കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തിൻ്റെ പ്രാരംഭ ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിൽ കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവ് കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2026 ആദ്യ ഞായറാഴ്ച നമ്മളെ ഓരോരുത്തരെയും സൗഖ്യത്തോടെ കൂട്ടിക്കൊണ്ടുവന്നതിനായി ഒന്ന് സ്തോത്രം ചെയ്യാമോ? അനേകർക്ക് വരാൻ കഴിയുന്നില്ല, പക്ഷെ നമ്മൾ വന്നല്ലോ, നമ്മളെ ദൈവം സൂക്ഷിച്ചല്ലോ. കഴിഞ്ഞ വർഷത്തിന്റെ ഓരോ ദിവസവും വാഹനം ഓടിക്കാഞ്ഞിട്ടാണോ, യാത്ര ചെയ്യാഞ്ഞിട്ടാണോ, ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാഞ്ഞിട്ടാണോ, ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിന്റെ പർപ്പസ് നമ്മുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ നമ്മളെ ശേഷിപ്പിച്ച ദൈവത്തിന്റെ കൃപയ്ക്കും മഹാസ്നേഹത്തിനായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരയിട്ടു. കർത്താവിന്റെ കൃപയാണിതൊക്കെ. ഈ പറഞ്ഞ പോലെ എത്ര ആഴ്ച വരാനൊക്കും, എത്ര നാൾ ആരോഗ്യമുണ്ടാകും, ഇതൊന്നും നമുക്കറിയത്തില്ല. ആരോഗ്യമുള്ള ദിവസം നമ്മൾ മടി കൂടാതെ ദൈവത്തെ സ്തുതിക്കുകയും പൂർണ്ണ മനസ്സോടും ഹൃദയത്തോടും ആത്മാവോടും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ മാറട്ടെ. ഈ വർഷത്തിന്റെ ആദ്യ ഞായറാഴ്ചയാണല്ലോ. കർത്താവിന് നമ്മളോട് സംസാരിക്കാനുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ മുതൽ ഞാൻ ധ്യാനിക്കുന്ന ഒരു വേദഭാഗമാണ് 1 പത്രോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം, അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ. ഞാൻ ആ വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. ബൈബിളിലുള്ള എല്ലാവരും ബൈബിൾ തുറന്ന് ആ ഭാഗങ്ങൾ നോക്കണമേ. 1 Peter chapter 2 verses 4, 5 and 6. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. 6-ാം വാക്യം. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. പണിയപ്പെടുന്നു, ലജ്ജിച്ചു പോകയില്ല. ഈ 2 പദങ്ങൾ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് പ്രഭാതത്തിൽ കൊണ്ടുവരുവാനുണ്ട്. ദൈവം നമ്മളെ പണിയുന്നവനാണ്. ദൈവം പണിയുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർ പണിയുന്നത് പോലെയല്ല. ദൈവത്തിന്റെ അടുക്കൽ വിശ്വസിച്ചടുത്ത് വരുന്നവർ, ബൈബിൾ പറയുന്നു, അവർ ലജ്ജിച്ചു പോകയില്ല. ആമേൻ. പണിയുന്നവനായ ദൈവം, ദൈവത്തിന്റെ വാഗ്ദത്തം, നമ്മൾ ലജ്ജിച്ചു പോകയില്ല. പെന്തക്കോസ്തുകാരായ നമ്മൾ ലജ്ജിച്ചു പോകയില്ല എന്നുള്ള വാക്കുകളൊക്കെ വർഷങ്ങൾ കൊണ്ട് ധ്യാനിക്കുകയും വാഗ്ദത്തമായി മുറുകെ പിടിക്കുകയൊക്കെ ചെയ്യുന്ന വാക്യഭാഗങ്ങളാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമ്മുടെ ഫേവറേറ്റ് വാക്യങ്ങളിൽ ഒരു വാക്യമാണല്ലോ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. നമുക്ക് പരിചയമുള്ള ഒരു സങ്കല്പമാണ്, ആശയമാണ്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ലജ്ജിച്ചു പോകയില്ല. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഈ വാക്യം എഴുതുന്ന സമൂഹം, അത് ആർക്കായി ഇത് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ, 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുന്യയിലും, അടുത്ത വാക്ക്, ചിതറിപ്പാർക്കുന്ന പരദേശികൾ. ചിതറിപ്പാർക്കുന്ന പരദേശികൾ എന്ന് പറഞ്ഞാൽ എക്സൈൽസ്, പരദേശികളായി ചിതറിപ്പാർക്കുന്നവർ എന്നുള്ള പ്രയോഗം 2-ാം അധ്യായം 11-ാം വാക്യത്തിലും ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ, പരദേശികളായ പ്രവാസികളായ ചിതറിപ്പാർക്കുന്ന, എന്നാൽ 2-ാം വാക്യത്തിൽ അവരെ വിളിക്കുന്നു, ഇവർ വൃതന്മാരുമാണെന്ന്. They are saints, they are called. ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇപ്രകാരമാണ് കാണുന്നത്, elect
എക്സൈൽസ്. ഈ രണ്ട് വാക്കുകൾ എങ്ങനെ ഒരുമിച്ച് വരും? ഇലക്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം എക്ലക്ടോസ് എന്ന വാക്കിന്റെ അർത്ഥം കരങ്ങൾ വെച്ച് പ്രത്യേകമായി ഹാൻഡ് പിക്ഡ് ആയ ആൾക്കാർ, തെരഞ്ഞെടുത്ത. ആര് തെരഞ്ഞെടുത്ത? ദൈവം തന്നെ നേരിട്ട് തെരഞ്ഞെടുത്ത വൃതന്മാർ. പക്ഷെ ഇപ്പൊ അവരെവിടെയാന്ന് ചോദിച്ചാൽ അവർ പരദേശികളാണ്, അവർ അന്യ നാട്ടിലാണ്, അവർ ചിതറിപ്പാർത്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. ചിതറിപ്പാർക്കുന്ന പരദേശികൾ കഷ്ടത്തിന്റെ തീച്ചുളയിലായി ഈ പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസയിലും ബിഥുന്യയിലും എല്ലാം വിശ്വാസികൾ അവർ പറയുന്നു, ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തു, പക്ഷേ ചിതറിപ്പോയവരായി കാണപ്പെട്ട് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ കഷ്ടങ്ങളും ചോദ്യചിഹ്നങ്ങളും, നാളെ എന്താകും എന്നറിയാതെ ഭാവിയോടുള്ള ബന്ധത്തിൽ, തലമുറയോടുള്ള ബന്ധത്തിൽ, ജീവിത സാഹചര്യങ്ങളോട് ബന്ധത്തിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സമൂഹത്തിനാണ് പത്രോസ് എഴുതുന്നത്. പത്രോസ് എവിടെ നിന്നാണ് ഇത് എഴുതുന്നത്? 5-ാം അധ്യായം അവസാന വാക്യങ്ങളിൽ ബാബിലോണിൽ നിന്ന് എഴുതുന്നു. പത്രോസ് ബാബിലോണിൽ പോയതായിട്ടൊരു ചരിത്രവുമില്ല. പത്രോസിന്റെ ഐറ്റിനറി നോക്കിയാൽ ബാബിലോൺ പ്രദേശത്ത് സുവിശേഷവൽക്കരിക്കാൻ വേണ്ടി പോയതിനെ കുറിച്ച് ഒരു രേഖകളുമില്ല. ബാബിലോണിൽ നിന്ന് എഴുതുന്നു എന്ന് പറഞ്ഞാൽ ബാബിലോൺ സമയമായപ്പോ ഒരു വിളിപ്പേരായി മാറി, അക്ഷരികമായിട്ടല്ല, ഒരു വിളിപ്പേരായി. എന്തിന്റെ വിളിപ്പേരാ? ദൈവത്തിനെ എതിർക്കുന്ന ശക്തി, ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് ബദലായുള്ള ശക്തിയായി ബാബിലോൺ മാറി. എഴുതുന്നയാള് പറയുക, ഞാൻ ബാബിലോണിൽ നിന്നും എഴുതുന്നു. എഴുതുന്ന ആരോടാ? നിങ്ങൾ ചിതറിപ്പാർക്കുന്ന പരദേശികൾ. അവരോട് പറയുന്ന വാക്കുകൾ നിങ്ങളെ ദൈവം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. നിങ്ങൾ ലജ്ജിച്ചു പോകയില്ല എന്നാ പറയുന്നത്. ഈ രണ്ട് പദങ്ങൾ അവർ കേട്ടാൽ, ഇന്നത്തെ ഒരു അനുഭവത്തിൽ പറഞ്ഞാൽ ഓർക്കും, ഞങ്ങളെ കളിയാക്കുകയാണോ ഈ പറയുന്നത്? ഞങ്ങളെ ദൈവം പണിയുകയാണെന്നോ? ഇങ്ങനാണോ ദൈവം പണിയുന്നത്? ഗലാത്യയിലെ അനുഭവങ്ങൾ പ്രവർത്തികളുടെ പുസ്തകം 13-14 അധ്യായങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അവിടെ പൗലോസ് 7 സ്ഥലങ്ങളിൽ ഗലാത്യ പ്രവിശ്യയിൽ യാത്ര ചെയ്തു. പൗലോസ് പോയ പെർഗയിലും പാഫോസിലും പിസിദിയയിലെ അന്ത്യോക്യയിലും ലുസ്ത്രയിലും ദർബയിലും ഒക്കെ ശ്രേഷ്ഠകരമായ അത്ഭുതങ്ങൾ അവർ കൺമുമ്പിൽ കണ്ടു. ലുസ്ത്രയിലെ അനുഭവം നിങ്ങൾക്കറിയാമല്ലോ. മുടന്തനായ വ്യക്തി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചപ്പോ ചാടി എഴുന്നേറ്റു ഈ ലുസ്ത്രയിൽ. അപ്പോസ്തലനായ പൗലോസ് തന്നെ കല്ലേറുകൊണ്ട് മരിച്ചുവെന്ന് ആൾക്കാർ ചിന്തിച്ച് ഇട്ട സമയത്ത് വിശ്വാസികൾ ചുറ്റിനും നിന്ന് പ്രാർത്ഥിച്ചപ്പോ ഈ ലുസ്ത്രയിൽ വെച്ച് എഴുന്നേറ്റ് വന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് നടന്നത്, ഗലാത്യയിലുള്ളവർ, അന്ത്യോക്യയിലുള്ളവരെല്ലാം ചിതറിപ്പോകേണ്ട, അവരുടെ അടിസ്ഥാനങ്ങൾ ഇളകിപ്പോകുന്നത് പോലെ. വിശ്വാസത്തിലാണോ? ആണു. രക്ഷിക്കപ്പെട്ടോ? ആണു. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ ഇളകി മറിഞ്ഞു. സാമ്പത്തിക മേഖലകൾ ഇളകി, ആരോഗ്യം ഇളകി. ഇതിനെല്ലാം ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് അവരെ എതിർക്കുന്ന പെർസിക്യൂഷനും ഉണ്ടായി. എതിർക്കുന്ന നിന്ദകൾ, പരിഹാസികൾ, ദുഷികൾ. ഫിസിക്കലായിട്ട് പോലും അവർക്ക് യേശുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കേണ്ട വന്നു. പത്രോസ് പറയുക, ഭാരപ്പെടണ്ട, ദൈവം നിങ്ങളെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല എന്ന്. അതെങ്ങനെയാ സമൂഹം ഉൾക്കൊള്ളും? അവര് പറയും, എവിടെ ഞങ്ങൾ തളർന്നോ, എവിടെ ഞങ്ങൾ അപമാനിക്കപ്പെട്ടോ, അവിടെ ഞങ്ങളെ ഒന്ന് ഉയർത്തിയിട്ടാണ് ഈ വാക്യങ്ങൾ പറയുന്നതെങ്കിൽ മനസ്സിലാക്കാം. ഞാൻ നിന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല, താഴ്ന്ന ഇടത്ത് അവിടെ നിന്നെ ഉയർത്തിക്കൊണ്ട് ഞാൻ നിന്നെ മാനിച്ചു. പക്ഷെ ഇവരിപ്പോഴും പരദേശികളായി ചിതറിപ്പാർത്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് പത്രോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. അതിന്റെ 1-6 വാക്യത്തിൽ ഇവരനുഭവിക്കുന്ന സാഹചര്യത്തിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് പത്രോസ് പറയുന്നത്. പണിയുന്നു എന്ന് പറയുന്നു, നിങ്ങൾ ലജ്ജിച്ചു പോകയില്ല എന്ന് പറയുന്നു. 6 വാക്യത്തിൽ അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും
ആനന്ദിക്കുന്നു എന്ന് പറയുന്നു. ഈ എഴുത്ത് വായിക്കുന്നവർ ചിന്തിക്കുക, എന്തൊക്കെയാ ഞങ്ങളുടെ പാസ്റ്റർ വിളിച്ചു പറയുന്നത്? ദുഃഖിക്കുന്നു എങ്കിലും ആനന്ദിക്കുന്നു. ഇതെങ്ങനെ ദുഃഖവും ആനന്ദവും ഒരുമിച്ച് വരുന്നത്? ദുഃഖമുള്ളപ്പോ, പരദേശികളായി ജീവിക്കുമ്പോ, ആശ്രയം അറ്റവരായി തോന്നുമ്പോ, ഏകരായി എന്ന് തോന്നുന്ന സമയത്ത് എങ്ങനെ ആനന്ദിക്കുന്നത്? 1:9 പിന്നെയും പറയുക, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ, അടുത്ത വാക്ക് പിന്നെയും, ആനന്ദിക്കുകയും ചെയ്യുന്നു. ചിലരെങ്കിലും ആ ചർച്ചിലുള്ളവർ പറഞ്ഞു കാണും, ദിസ് ഇസ് ടു മച്ച്. ഞങ്ങളെ പണിയുന്നു എന്ന് പറയുന്നു, ഞങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറയുന്നു, ഞങ്ങൾക്ക് ദുഃഖം ഉണ്ടെങ്കിലും ആനന്ദിക്കുന്നെന്ന് പറയുന്നു. ഇതെന്തായി പറയുന്നത്? ഇതിന്റെ എല്ലാം ഈ പണിയും ലജ്ജിച്ചു പോകയില്ല എന്നുള്ളതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ 1:2 വാക്യത്തിൽ കടിച്ചാ പൊട്ടാത്തത് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യം, ഈ പത്രോസ് അപ്പോസ്തലൻ, യേശുവിന്റെ കൂടെ ശുശ്രൂഷ നേരിട്ട് കണ്ട വ്യക്തി, ക്ലേശത്തിൽ ഇരിക്കുന്നവരോട് പറയുന്ന തിയോളജിക്കൽ, വേദശാസ്ത്രപരമായ ഒരു വാക്യവുമാണ് ഈ ലേഖനത്തിന്റെ ആരംഭത്തിൽ. ഞാൻ ചിന്തിക്കുക, പത്രോസ് യേശുവിന്റെ കൂടെ നടന്നിട്ടുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടിയ ഒരാളാണ് പത്രോസ്. സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പേര് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് പത്രോസിന്റെ പേരാണ്. യേശു ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള വ്യക്തി പത്രോസാണെന്നാണ് ഈ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തന്റെ പേരാണ് കാണുന്നത്. യേശു ഏറ്റവും കൂടുതൽ സംസാരിച്ചത് തന്നോടാണ്. പക്ഷേ മുക്കുവനായ വ്യക്തി, അൺസ്കൂൾഡ് എന്ന പദമാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം, അതിന്റെ തീവ്രമായ അനുഭവങ്ങൾ സിസ്റ്റമാറ്റിക്കായി, ഫോർമലായി പഠിച്ചിട്ടൊന്നുമില്ലാത്ത സാധാരണ വ്യക്തി. എഴുതുന്ന ആരോടാ? കഷ്ടത്തിലിരിക്കുന്നവരോട്. അപ്പൊ ചിലപ്പോ പറയല്ലോ, മനസ്സിലാക്കാതായിരിക്കും ഓരോന്ന് പറയുന്നത്. പുള്ളിയുടെ ഗ്രാഹ്യം അത്രയേ ഉള്ളൂ, മുക്കുവനല്ലേ, ആനന്ദിക്കാന്ന് പറയുന്നു, പണിയുന്നു എന്ന് പറയുന്നു, ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറയും. സിമ്പിളാ, ഇറ്റ്സ് എ സിമ്പിൾ മെസ്സേജ് എന്ന് ചിന്തിക്കും. പക്ഷെ 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ താൻ പറയുന്നത് ഇതൊരു സിമ്പിൾ മെസ്സേജ് അല്ല, ഇതൊരു റിച്ച് മെസ്സേജ് ആണ്. തുടങ്ങുന്ന വാക്ക് തന്നെ ശ്രദ്ധിക്കണം. 1:1 യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്കത് വലിയ സന്തോഷമുണ്ടായി. കാരണം ചില വർഷങ്ങൾക്ക് മുമ്പ് മുക്കുവൻ എന്നുള്ള ഐഡന്റിറ്റി ഉള്ള വ്യക്തി ഇപ്പൊ തന്നെത്താൻ പരിചയപ്പെടുത്തുന്നത് യേശു കർത്താവിന്റെ അപ്പോസ്തലനായ പത്രോസ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഐഡന്റിറ്റി മാറ്റുന്ന ഒരു യേശു കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പ്രഭാതത്തിൽ എന്തുമാകട്ടെ പൂർവകാലം, എന്തുമാകട്ടെ സംഭവിച്ചു പോയത്, എന്നാൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നമ്മുടെ പേര് മാറ്റുന്ന, അഡ്രസ് മാറ്റുന്ന, നിയോഗം തരുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ആ ദൈവത്തെ നിങ്ങൾ ഈ വർഷത്തിൽ അനുഭവിക്കണം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് 1:1 വലിയ ധൈര്യമാണ് തരുന്നത്. യേശു കർത്താവിന്റെ അപ്പോസ്തലനായി പത്രോസ് പറയുന്ന പോലെ പേടിത്തൊണ്ടനായ, ഭയമുണ്ടായിരുന്ന 2002 ഈ ദേശത്തിലേക്ക് പപ്പായോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായി വരുമ്പോ 9-ലോ 10-ലോ ആണ് ഞാൻ അന്ന് പഠിക്കുന്നത്. ഇത്രയും പേടിത്തൊണ്ടനായ ഒരു വ്യക്തി ഇതിനകത്ത് കാണത്തില്ല. CA മീറ്റിംഗ് ഒക്കെ തുടങ്ങുന്ന സമയം ഞാൻ ഓർക്കുന്നു. ഒരൊറ്റ പാട്ടിനും പാടാൻ സഞ്ജോ കയറിയാലും, ഷിജിൻ കയറിയാലും, സിറില് കയറിയാലും, ആര് കയറിയാലും എനിക്ക് പാടാൻ കയറാൻ പ്രയാസമാണ്. അവരെല്ലാം കൺവെൻഷനിൽ നിന്ന് പാടിയവരാണ്. പക്ഷെ എന്നെ ഒരു പാട്ടിന്റെ ലിസ്റ്റിലും കാണത്തില്ല. കാരണം അവരെല്ലാവരും മുമ്പിൽ നിന്ന് ചിഞ്ചിൽ പഠിച്ച് പാടുന്നവരാ. ഇന്ന് പുറമോട്ട് പോയെങ്കിലും അവരെല്ലാം ദൈവം ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പോവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കൽ കർത്താവിന് വേണ്ടി മുമ്പിൽ നിന്ന് പാടിയവരെല്ലാം മുമ്പിൽ തന്നെ ദൈവം കൊണ്ടുവരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എന്നാൽ എനിക്ക് മുമ്പിൽ വരാൻ ഒക്കത്തില്ല. എന്നാൽ വണ്ടി ഓടിക്കും. വണ്ടി ഓടിച്ച് ആരെയൊക്കെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാമോ, ഐച്ചാന്റെ സൈഡിലോട്ട് ഒരു ട്രിപ്പ് പോവും, അത് കഴിഞ്ഞ് സിസിലിയാന്റെ സൈഡിലോട്ട് വേറൊരു ട്രിപ്പ് പോവും. എന്തൊക്കെ എനിക്ക് സ്റ്റേജിൽ കയറാതെ ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ അങ്ങ് ആഗ്രഹമാണ്.
എന്നാൽ ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് മനസ്സിലാകുന്നത്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ എന്താണോ നേച്ചറായിട്ട് നമ്മളിൽ ഉണ്ടായിരുന്നത്, എനിക്ക് നേച്ചറായിട്ട് കിട്ടിയതായിരിക്കും ഭയം, എനിക്ക് നേച്ചറായിട്ട് കിട്ടിയതായിരിക്കും പബ്ലിക്കായിട്ട് സംസാരിക്കാൻ ഒക്കാത്ത അനുഭവം. എന്നാൽ ദൈവത്തിന്റെ വിളി ഒരുവനിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ കരം ഒരുവനിൽ ഉണ്ടെങ്കിൽ, അവനെ ആൾ മാറിയവനാക്കി തീർക്കുന്ന, അവനിൽ അഭിഷേകം പകരുന്ന, അവനിൽ നിയോഗം തരുന്ന ഒരു ദൈവത്തെ 2026 നമ്മൾ അനുഭവിക്കണം. അറിഞ്ഞാൽ പോരാ, അനുഭവിക്കണം. ആ ദൈവം നിങ്ങളുടെ ചിലരുടെ ജീവിതത്തിൽ ഈ വർഷം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു കർത്താവിന്റെ അപ്പോസ്തലൻ എന്ന് ടൈറ്റിലോടെ പറയുന്നയാള് മുഖവനായിരുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് വലിയ അറിവൊന്നും ഇല്ലാത്തയാള് എഴുതുകയാ 2-ാം വാക്യത്തിൽ. ഇത് ചിലപ്പോൾ 2-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഓർത്തു പോകും, ഇത് പൗലോസാണോ എഴുതുന്നത്, ഇത് പത്രോസാണോ എഴുതുന്നത്? കാരണം പൗലോസ് ഇത് എഴുതിയാൽ അതിശയമില്ല. ഗമാലിയലിന്റെ കീഴിൽ ഇരുന്ന് ന്യായപ്രമാണം പഠിച്ചയാള്, അറേബ്യയിൽ പോയി പഠിച്ചയാള്, സ്വയമേ തന്നെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഒക്കെ ഉള്ളയാള്. പത്രോസ് എഴുതുന്ന 2-ാം വാക്യത്തിൽ ശ്രദ്ധിക്കണം, ഇങ്ങനെയാ: ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. ആർക്കാ എഴുതുന്നത്? ക്ലേശം, സങ്കടം, നിന്ദ, ഉപദ്രവം. അപ്പോഴാണ് തുടക്കത്തിൽ എന്തോ എഴുതുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കടിച്ചാ പൊട്ടാത്ത വേദശാസ്ത്രം. സാധാരണ മനുഷ്യരാണ് എന്തോ പറയും ഈ 2-ാം വാക്യം കാണുമ്പോൾ. പിതാവിന്റെ മുന്നറിവ് ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ അനുസരണത്തിനായി യേശു കർത്താവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ട വൃതന്മാരായവർക്കെന്നൊക്കെ പറഞ്ഞാൽ പറയും, എന്റെ പാസ്റ്ററെ, ഞങ്ങൾ ഇവിടെ തീരാനിരിക്കുക. ഞങ്ങൾ നിന്ദിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും ദുഷിക്കപ്പെട്ടും ഇരിക്കുന്ന സമയത്ത് ഈ കടിച്ചാ പൊട്ടാത്ത വേദശാസ്ത്രമാണോ എഴുതി ഇങ്ങോട്ട് വിടുന്നത് കപ്പദോക്യയിലും ആസിയയിലും ബിഥുന്യയിലുമുള്ള ദൈവമക്കൾക്ക്? അതും അവര് പത്രോസിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമെങ്കിൽ പറയത്തില്ലേ, ഇത് കോപ്പി അടിച്ചാണോ പറയുന്നത്, ഇത് സാധാരണ പത്രോസിന്റെ ഭാഷയല്ലല്ലോ, സാധാരണ പത്രോസിന്റെ ഭാഷ സിമ്പിൾ ആണല്ലോ. ഇതെങ്ങനെ ഈ 2-ാമത്തെ വാക്യത്തിൽ ഇത്ര പ്രൊഫൗണ്ടായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്? ഇതിനെല്ലാം ഉത്തരം ഈ 2026 ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? വേദശാസ്ത്രമില്ലാത്ത ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ജൽപരമാണ്. വേദശാസ്ത്രമില്ലാത്ത കൂട്ടായ്മ എന്ന് പറയുന്നത് അത് കേവല ക്ലബാണ്. വേദശാസ്ത്രമില്ലാത്ത ഒരു ഉണർവെന്ന് പറയുന്നത് ശബ്ദ കോലാഹലമാണ്. വേദശാസ്ത്രം എന്ന് പറഞ്ഞാൽ, തിയോളജി എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ഗോഡ്, ദൈവത്തെ കുറിച്ചുള്ള പഠനമില്ലാത്ത യാതൊന്നും സമയത്തിന്റെ ടെസ്റ്റിൽ നിൽക്കുകയില്ല എന്നറിയാം ഈ മുക്കുവന്. മുക്കുവനല്ലേ എഴുതേണ്ടത്? എന്താ? ഞാൻ യേശുവിൻ്റെ കൂടെ നടന്നിട്ടുണ്ട്, ഞാൻ കണ്ടതാണ്. യേശു വെള്ളത്തിന്റെ മേളിൽ നടന്നത് ഞാൻ കണ്ടതാ. കപ്പദോക്യയിലുള്ള വിശുദ്ധന്മാരെ, ഭാരപ്പെടേണ്ട, വെള്ളത്തിന്റെ മേളിൽ നടന്ന യേശു നിന്റെ കയ്യെ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെയാ ഇന്നത്തെ പത്രോസന്മാര് പറയുന്നത്. കണ്ടിട്ടുണ്ട് പത്രോസ്. കുരുട്ട് കണ്ണ് തുറക്കുന്നത് പത്രോസ് കണ്ടിട്ടുണ്ട്. വെള്ളത്തിന്റെ മേൽ നടന്ന യേശുവിനെ കണ്ടിട്ടുണ്ട്. മരിച്ച ലാസറസ് എഴുന്നേറ്റ് വന്നത് കണ്ടിട്ടുണ്ട്. എന്നാ പരാജയത്തിൽ ഇരിക്കുന്നവരോട് പറയുന്നത്, നിന്റെ സ്ഥിതി ഇപ്പൊ മാറുമെന്നല്ല, നീ ദൈവത്തെ അറിഞ്ഞാൽ നീ ലജ്ജിച്ചു പോകയില്ല. നിന്നെ പണിയുന്ന ഒരു ദൈവമുണ്ട് എന്നാ പത്രോസ് പറയുന്നത്. ഈ വർഷത്തിന്റെ ഓരോ ദിവസവും ഈ വചനങ്ങളിൽ കയറി പിടിക്കണം. എന്നെ പണിയുന്ന ഒരു സ്വർഗമുണ്ട്. ഞാൻ ലജ്ജിച്ചു പോകയില്ല, കാരണം എന്റെ മേൽ ഒരു തിരഞ്ഞെടുപ്പ് ദൈവം തന്നിട്ടുണ്ട്. സാഹചര്യങ്ങൾ എങ്ങനെയായി മാറും അറിയത്തില്ല. നിരാശ കടന്നു വരുമോ അറിയുകയില്ല. വേർപാട് സംഭവിക്കുമോ അറിയത്തില്ല.
ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമോ അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, ബിക്കോസ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് മൈ ടുമോറോ. ഈ ദൈവം എന്നെ പണിയുന്നവനാണെങ്കിൽ ഈ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ബൈബിൾ പറയുന്നെങ്കിൽ ആ വാക്യങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് ഈ പ്രഭാതത്തിൽ, ഈ കർത്തൃദിവസം, ഈ വർഷത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച ദൈവം പണിയുന്നു. ഈ വർഷം ഞാൻ നിന്നെ പണിയാൻ പോകുക, നീ ലജ്ജിച്ചു പോകുകയില്ല. അപ്പൊ ഈ അർത്ഥങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഇതിന്റെ അർത്ഥതലങ്ങൾ. പത്രോസ് പറയുന്ന പണി എന്തോ പണിയെ കുറിച്ചായി പറയുന്നു. നീ ലജ്ജിച്ചു പോകുകയില്ല എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? ലജ്ജിച്ചു പോകത്തില്ല. നമ്മുടെ നാട്ടിൻ പുറത്തിൽ നമുക്കറിയാമല്ലോ, ഒരാള് ലജ്ജിച്ചു പോകുകയില്ല, അല്ലെ ലജ്ജിച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്താ? വീട് വിറ്റു, ലജ്ജിച്ചു പോയി. 10ാം ക്ലാസ്സിൽ തോറ്റുപോയി, ലജ്ജിച്ചു പോയി. വീട് വെച്ചു, മാനിക്കപ്പെട്ടു. അഡ്മിഷൻ കിട്ടി, ലജ്ജിച്ചു പോയില്ല. എല്ലാം ഭൗമികമായ നമ്മൾ കാണുന്നത്. അത് നമ്മുടെ ഈ കടപ്രയും ചുറ്റുവട്ടം മാത്രമല്ല, ലോകം അങ്ങനെ കാണുന്നത്. ആത്മാവിനാൽ ജീവൻ കിട്ടിയവർക്ക് ഇതിന് വേറെ നിർവചനം കിട്ടത്തുള്ളൂ. പണിയുക എന്ന് പറഞ്ഞാൽ, ലജ്ജിച്ചു പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് പ്രാകൃത മനുഷ്യന് ദൈവത്തിന്റെ ഉപദേശങ്ങൾ, ആത്മാവിന്റെ വഴികൾ തിരിച്ചറിയാൻ കഴിയുകയില്ല. ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, എനിക്ക് 2 വാക്യങ്ങൾ ഈ പ്രഭാതത്തിൽ കിട്ടി, ദൈവം എന്നെ പണിയും, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. അതിനർത്ഥം എന്തോ വരുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ കണ്ണ് വിശ്വസിക്കാൻ വയ്യാത്ത രീതിയിൽ എന്തോ വരുന്നുണ്ട്. വരട്ടെ വരട്ടെ, എല്ലാം വരട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ അതിശയിക്കുന്ന രീതിയിലുള്ള നന്മകൾ മാത്രമല്ല വരാൻ സാധ്യത, വിശ്വാസത്തിന്റെ പരിശോധനയും വരാം. നമ്മൾ ശരിക്കും കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് പേപ്പർ വരാം. ശോധനകൾ ഉണ്ടാകാം ഈ വർഷം. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ കൂട്ടു സഹോദരങ്ങളിൽ നിന്നും ഉണ്ടാകാം. കൈത്താങ്ങൾ തരും, പ്രോത്സാഹിപ്പിക്കും എന്ന് ചിന്തിച്ച റിലേറ്റീവ്സിൽ നിന്നുണ്ടാകാം. തിരസ്കരണം ഉണ്ടാകാം. ദൈവം സ്നേഹിക്കുന്നുണ്ടോ, ആളുകൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉണ്ടാകാം. ആ ചോദ്യങ്ങളുടെ നടുവിലും അവൻ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരുതൽ അനുഭവിക്കുമ്പോൾ മാത്രമല്ല, കരുതൽ ഇല്ലാത്തപ്പോഴും അവൻ പണിയുകയാണ്. അപ്പം ലജ്ജിച്ചു പോകുകയില്ല. പണിയുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഈ വാക്യങ്ങളിൽ നിന്ന് പറയാനുള്ളത്. എന്ത് ബിൽഡിങ്ങിനെ കുറിച്ചായി പറയുന്നത്? ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ? 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്, ദൈവം നമ്മളെ പണിയാൻ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് മേഖല എന്ന് പറയുന്നത് ഈ 1-ന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച വാക്യങ്ങളാണ്. നമ്മുടെ മേലുള്ള വിളി നമ്മൾ തിരിച്ചറിയണം. എന്നാലേ എന്താ ഈ പണിയെന്ന് നമ്മൾ തിരിച്ചറിയത്തുള്ളൂ. നമ്മുടെ മേലുള്ള, ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഏവരുടെ മേലുമുള്ള, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മേലുള്ള വിളി എന്താണെന്ന് ചോദിച്ചാൽ, പരദേശികളായി ചിതറിപ്പാർക്കുന്നവരോട് പത്രോസ് പറയുകയാണ്, ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം എന്ന ആദ്യത്തെ പദം ശ്രദ്ധിക്കണം. ഒന്ന് എന്നോട് ചേർന്ന് പറയാമോ? ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇത്രമാത്രമാ: നമ്മൾ രക്ഷിക്കപ്പെട്ട ദിവസം കൈപൊക്കിയായിരിക്കാം, കരഞ്ഞുകൊണ്ടായിരിക്കാം, കണ്ടു നിന്നവർ പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇദ്ദേഹം രക്ഷിക്കപ്പെടുമെന്ന്. ചിലപ്പോ കുടുംബാംഗങ്ങൾ തന്നെ അതിശയം ഉണ്ടായി കാണും, ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എൻ്റെ അച്ഛൻ രക്ഷിക്കപ്പെടുമെന്ന്. രക്ഷിക്കപ്പെട്ട ദിവസം എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു, അല്ലേ? അയൽവക്കത്തിലുള്ളവർ പറഞ്ഞു കാണും, ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ചില്ല ഇവര് രക്ഷിക്കപ്പെടുമെന്ന്. പക്ഷെ രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെട്ട ദിവസം മറ്റുള്ളവർ, കൂട്ടുകാർ പറഞ്ഞു കാണും, ഇവനോ സ്നാനപ്പെടുകയോ? ചിന്തിക്കാൻ ഇത് വലിയ അതിശയമാണ്. പക്ഷെ ഈ വാക്യത്തിൽ പറയുന്നത്, ഇന്നിവിടെ വന്നിരിക്കുന്ന
ഓരോരുത്തരും ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണമാണ് ഈ 2026 ആദ്യ ഞായറാഴ്ച ഇവിടെ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യർക്ക് അതിശയമായിരുന്നു, ദൈവത്തിന് അതിശയമല്ല ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതും. ദൈവത്തിന്റെ മുന്നറിവ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാ ഈ മുന്നറിവ് തുടങ്ങിയത്? എഫെസ്യ ലേഖനം 1:4 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവേശുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു. 1:6 എഫെസ്യ ലേഖനം, സ്നേഹത്തിൽ നമ്മളെ മുൻ നിയമിച്ചു. 2 പദങ്ങൾ. പത്രോസ് പറയുന്നു അവൻ നമ്മളെ മുൻ അറിഞ്ഞു. പൗലോസ് പറയുന്നു അവൻ നമ്മളെ മുൻ നിയമിച്ചു. മുന്നറിവിൽ നമ്മൾ ദൈവത്തിന്റെ സുവിശേഷത്തോട് പ്രതികരിക്കുമെന്നുള്ള ആ മുന്നറിവിൽ അവൻ നമ്മളെ ക്രിസ്തുവേശുവിൽ സ്നേഹത്തിൽ തെരഞ്ഞെടുത്ത് നമ്മുടെ ഡെസ്റ്റിനി മുൻ നിയമിച്ചു. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനു വേണ്ടി, കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെടാൻ വേണ്ടി ഒരു മുൻ നിയമനം സ്നേഹത്തിൽ അവന്റെ മുന്നറിവിൽ നമ്മുടെ മേൽ തന്നു. എന്ന് പറഞ്ഞാലേ ഇവിടെ ഇരിക്കുന്ന ഒരാളും യാദൃശികമായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ബൈബിള് പിടിച്ചോണ്ട് ഈ 2026 കർത്താവിനെ സ്തുതിക്കണം, ആരാധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന വിശ്വാസി സമൂഹമേ, പിതാവിന്റെ മുൻ അറിവ് പ്രകാരമാണ് നിങ്ങൾ ഈ ഞായറാഴ്ച ഇവിടെ വന്നിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നത് മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടോ, മനുഷ്യന്റെ മിടുക്ക് കൊണ്ടോ, മനുഷ്യന്റെ പ്രോത്സാഹനം കൊണ്ടോ അല്ല. ഇത് പിതാവിന്റെ മുന്നറിവും മുൻ നിയമനവും ക്രിസ്തുവേശുവിലുള്ള സ്നേഹവുമാണ്. അപ്പൊ എന്താ നമ്മുടെ പങ്ക്? നമ്മൾ വിശ്വസിച്ചു, ശരിയാ, നമ്മൾ വിശ്വസിച്ചു. പക്ഷെ ആ വിശ്വാസം എവിടെ നിന്ന് വന്നു? എഫെസ്യ ലേഖനം 2:8-9 വാക്യങ്ങളിൽ പ്രത്യേകമായി പറയുന്നു, നിങ്ങൾ വിശ്വാസം മൂലമായി രക്ഷിക്കപ്പെട്ടത്. പക്ഷേ ആ വിശ്വാസവും നിങ്ങളുടെ സൺഡേ സ്കൂളിൽ നിന്ന് മിടുക്കരായ ടീച്ചറിൽ നിന്ന് കിട്ടിയ വിശ്വാസമല്ല. അപ്പച്ചൻ ഉപദേശി ആയതുകൊണ്ട് ആ ഉപദേശിയുടെ പൈതൃകത്തിൽ നിന്ന് കിട്ടിയ വിശ്വാസമല്ല. ആ വിശ്വാസവും വന്നത് കൃപയാലാണ് എനിക്ക് വിശ്വസിക്കാനും സാധിച്ചത് എന്നുള്ള വലിയ സത്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പണിയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പണിയാണ്? ഇതൊരാത്മീക പണിയാണ്. ദൈവത്തിന്റെ മുന്നറിവും മുൻ നിയമനവും ക്രിസ്തുവേശുവിൽ സ്നേഹത്തിൽ നമ്മളെ തിരഞ്ഞെടുത്തതുമെല്ലാമാ പത്രോസ് ഓർപ്പിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങളല്ല നിർവചിക്കുന്നത്, നമ്മുടെ മേലുള്ള തെരഞ്ഞെടുപ്പിന്റെ മാഹാത്മ്യം. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സാഹചര്യങ്ങളല്ല. ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. കാരണം ഞാൻ താമസിക്കുന്ന വീട് ചെറുതായിപ്പോയി. അതല്ല നിങ്ങളെ നിർവചിക്കുന്ന കാര്യം. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പിതാവിന്റെ മുൻ നിയമനത്തിലും മുൻ അറിവിലും ഉള്ള ഒരാളാ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്നെ തെരഞ്ഞെടുത്തുന്നെങ്കിൽ എൻ്റെ സാഹചര്യം എന്താ ഇങ്ങനെ? സാഹചര്യമല്ല നിശ്ചയിക്കുന്നത്, ദൈവത്തിന്റെ മുൻ അറിവും മുൻ നിയമനവും സ്നേഹവും. പിന്നെന്താ നിശ്ചയിക്കുന്നതെന്നറിയാമോ? അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ. എന്തുവാ നിശ്ചയിക്കുന്നത്? ഈ പിതാവിന്റെ മുന്നറിവും തെരഞ്ഞെടുപ്പും. അത് എപ്പോ തുടങ്ങിയ തെരഞ്ഞെടുപ്പാ? കൈപൊക്കിയ ദിവസമല്ല, സ്വർഗത്തിൽ ഒരു സർപ്രൈസ് അല്ല. ഇവൻ രക്ഷിക്കപ്പെട്ടോ? ഇല്ല ഇല്ല ഇല്ല. കൈ പൊക്കുന്നതിന് ലോക സ്ഥാപനത്തിന് മുമ്പേ അറിയാം ഇവൻ പ്രതികരിക്കാൻ പോവുകയാണ്. ആ പ്രതികരിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് അവന്റെ മേൽ ഒരു സ്നേഹം, ക്രിസ്തുവേശുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു. ആ സ്നേഹത്തിൽ നമ്മളെ മുൻ നിയമിച്ചിരിക്കുക. തെരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിന്റെ ആവിഷ്കാരം നമ്മളത് എങ്ങനെ തിരിച്ചറിയും? സാഹചര്യത്തിലല്ല തിരിച്ചറിയുന്നെങ്കിൽ എങ്ങനെ തിരിച്ചറിയുമെന്നറിയാം?
ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ അനുസരണത്തിനായി എന്ന് പറഞ്ഞാൽ, ആ വാക്ക് എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പറയാമോ? ആദ്യത്തെ പദം നമ്മൾ പറഞ്ഞു, പിതാവായ ദൈവത്തിന്റെ മുൻ നിയമനത്തിന് ഒത്തവണ്ണം നമ്മൾ പറഞ്ഞു. അടുത്ത വാക്കൊന്ന് ചേർന്ന് പറയാമോ? ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച്. എന്തോ ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ, ആത്മാവിന്റെ പ്രവൃത്തി ഒരുവനിൽ ഇല്ല എങ്കിൽ അവൻ സെറ്റ് അപ്പാർട്ട് ആകത്തില്ല. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അസൽ അർത്ഥം യു ആർ സെറ്റ് അപ്പാർട്ട് ഫോർ എ പർപ്പസ്. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാറ്റപ്പെടുത്തി വെച്ച ആൾ. പഴയ നിയമത്തിൽ വിശുദ്ധ ഉപകരണങ്ങളുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്. വിശുദ്ധ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രമേ അതിനെ ഉപയോഗിക്കത്തുള്ളൂ. ഇത് എന്ന് പറയുന്ന വിശുദ്ധ മൈക്കല്ല. പ്രസംഗം കഴിഞ്ഞ് ചിലപ്പോൾ അനൗൺസ്മെന്റിന് ഉപയോഗിച്ചേക്കാം, വേറെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കത്തില്ല. പക്ഷെ പ്രസംഗം ഒഴികെയുള്ള പല കാര്യങ്ങൾക്കും ഇതിനകത്ത് ഉപയോഗിച്ചേക്കാം. പഴയ നിയമത്തിലെ വിശുദ്ധ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തിനാണോ മാറ്റപ്പെടുത്തി വെച്ചത് അതിന് മാത്രം ഉപയോഗിക്കുന്ന വിശുദ്ധമായ സെറ്റ് അപ്പാർട്ടായ ഉപകരണങ്ങൾ. വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ ആർക്കും ചുമ്മാ ചെന്ന് കയറി ചെല്ലാൻ ഒക്കാത്ത മാറ്റി വെക്കപ്പെട്ട സ്ഥലം. ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ യേശു കർത്താവെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ലായിരുന്നു. 1 കൊരിന്ത്യർ 12:3 പറയുന്നത് ആത്മാവിന്റെ സജീവ സാന്നിധ്യം കൊണ്ടാണ് യേശു കർത്താവെന്ന് പറയാൻ നമുക്ക് സാധിച്ചത്. ഈ ലോകത്തിൽ കർത്തൃത്വം നടത്തുന്ന അനേക ആൾക്കാരുണ്ട്. യേശു കർത്താവായി ഇരിക്കുന്നു, അപ്പോൾ തന്നെ ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ കഴിയുകയില്ല. വലിയൊരു കർത്താവായി നിൽക്കുന്ന പവർഫുൾ ഇൻഫ്ലുവൻഷ്യൽ ഫിഗറായിട്ട് യേശു കർത്താവ് പോലെ, യേശു കർത്താവ് എന്ന് മനുഷ്യർക്ക് തോന്നുമോ? ഭൗതിക കണ്ണ് നോക്കിയാൽ അന്നുള്ളവർക്ക് തോന്നിയില്ല. കാരണം ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് പവർ നിൽക്കുന്നു, കൈസർ നിൽക്കുന്നു. സീസർ അഗസ്റ്റസിനെയും സീസർ നീറോയെയും ഡൊമീഷ്യനെയും ഒക്കെ കാണുമ്പോ ഇദ്ദേഹമല്ലേ കർത്താവ്? പക്ഷെ ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ കപ്പദോക്യയിലും ഗലാത്യയിലും പൊന്തോസിലുമുള്ള ചില ആളുകളുടെ ഉള്ളിൽ ആത്മാവ് പരിവർത്തിച്ച് അവരെ സെറ്റ് അപ്പാർട്ട് ചെയ്തു യേശു കർത്താവ് എന്ന് വിളിച്ചു പറയുവാൻ. നിങ്ങളുടെ കുടുംബത്തിന്റെ നടുവിൽ നിന്നും ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് യേശുവിനെ ആരാധിക്കാൻ വേണ്ടി, ആത്മാവിലും സത്യത്തിലും. ആ പിതാവിന്റെ മുന്നറിവ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് ആത്മാവിന്റെ വിശുദ്ധീകരണം എന്നിൽ നടക്കുമ്പോ ശരിയാ. എന്റെ മുന്നറിവും തെരഞ്ഞെടുപ്പും സ്നേഹവും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിനകത്ത് കാണത്തില്ല എന്ന് നമ്മൾ അറിയാതെ പറയും. ഇന്ന് അങ്ങനെയുള്ള സാക്ഷ്യമുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ടോ? പിതാവിന്റെ മുന്നറിവില്ലായിരുന്നെങ്കിൽ, ആത്മാവിന്റെ വിശുദ്ധീകരണം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇതിനകത്ത് ഞാൻ ഇരിക്കത്തില്ലായിരുന്നു. ഇന്ന് ഇതിനകത്ത് ദൈവം ഇരുത്തിയതൊരു ലക്ഷണമാണ്. പിതാവിന്റെ മുന്നറിവും മുൻനിയമനവും സ്നേഹവും താങ്കളുടെ മേൽ ചൊരിഞ്ഞതിന്റെ ലക്ഷണമാണ് സെറ്റ് അപ്പാർട്ട് ചെയ്ത് ദൈവസഭയിൽ ദൈവം കൂട്ടിക്കൊണ്ട് വന്നത്. ഞാൻ നിന്നെ പണിയും, നീ ലജ്ജിച്ചു പോകയില്ല എന്ന് പറഞ്ഞാൽ എന്ത് പണിയാ? സഭയോട് ചേർത്ത് നിൽക്കുന്ന ഒരു പണി, ആത്മാവിന്റെ വിശുദ്ധീകരണത്തിന്റെ ഒരു പണി, പിതാവിന്റെ മുന്നറിവിന്റെ ഒരു പണി, രക്ഷയോടുള്ള ബന്ധത്തിൽ. ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ കേവലം കർത്താവെന്ന് പറയിപ്പിക്കുക മാത്രമല്ല ആത്മാവ് ചെയ്തത്. ആത്മാവ് വിശുദ്ധീകരിച്ചെന്ന് പറഞ്ഞാൽ വിശുദ്ധ ജീവിതത്തിനായിട്ടുള്ള ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു പുതിയ ഹൃദയം ദൈവം നമ്മളിൽ തന്നു. ഇത് പഴയ നിയമ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞതാണ്.
എസ്കേൽ വിളിച്ചു പറഞ്ഞു 36:27 മുതൽ. യെരമ്യാവ് പറഞ്ഞു 31:33 മുതൽ. ഒരു കാലം വരുന്നുണ്ട്, ഞാൻ ആത്മാവിനെ ഉള്ളിലാക്കി എന്റെ വഴികളിലേക്ക് അവരുടെ ഹൃദയങ്ങളെ തിരിക്കും. ഞാൻ അവർക്ക് പുതിയ ഹൃദയം കൊടുക്കും. എന്താ ദൈവം പണിയതിന്റെ ലക്ഷണം? പിതാവിന്റെ മുന്നറിവിനോടൊപ്പം ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ, ആത്മാവിനാൽ എനിക്ക് യേശുവിന്റെ കർത്തൃത്വം തിരിച്ചറിഞ്ഞു. എന്നിൽ ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ സമ്പ്രദായം ആത്മാവിനാൽ രൂപപ്പെട്ടു വന്നു. അനുസരണത്തിനായി ഈ ആത്മാവിന്റെ വിശുദ്ധീകരണം എന്നെ നടത്തുന്നു. അങ്ങനെയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ സാഹചര്യമല്ല ദൈവം എന്നെ പണിയുന്നു എന്നതിന്റെ ലക്ഷണം. ദൈവം എന്നെ പണിയുന്നു എന്നതിന്റെ ലക്ഷണം ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്നതിന്റെ ലക്ഷണം ഈ ആത്മാവിന്റെ പണി എൻ്റെ മേൽ നടക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത്. തിക്തമായ ഒരു സാഹചര്യത്തിൽ വയലന്റായിട്ട് പ്രതികരിക്കേണ്ട സമയത്ത് ആത്മസംയമനം പാലിച്ച് നാവിനെ നിയന്ത്രിച്ച് താഴ്മയോടിരിക്കുമ്പോൾ ഒരു കാര്യം അറിയാം, ദൈവം എന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2026 സാഹചര്യങ്ങൾ ഉണ്ടാകും കേട്ടോ. പഴയ മനുഷ്യനെ ഉണർത്താനുള്ള, ജഡത്തിന്റെ പ്രവർത്തികളെ വെളിയിൽ കൊണ്ടുവരാനുള്ള, ദുർനടപ്പും അശുദ്ധിയും ദുഷ്കാമവും വിഗ്രഹാരാധനയും ആഭിചാരവും പിണക്കവും പകയും ക്രോധവും ദ്വന്ദ്വപക്ഷവും ഒക്കെ നമ്മളിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കാൻ വേണ്ടി ലോകത്തിന്റെ സ്വാധീനം വരുമ്പോ അതിന്റെ നടുവിൽ പറയാനൊക്കണം, ദൈവം എന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ നാവിന്റെ മേൽ നിയന്ത്രണം ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ ആത്മാവിനെ അനുസരിച്ച് നടക്കാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് നൽകുന്നു. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ, കർത്താവ് നമ്മുടെ ആയുസ് നീട്ടിത്തന്നാൽ ഡിസംബർ 31 2026 നമുക്കുണ്ടാകേണ്ട സാക്ഷ്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ എനിക്ക് ഈ വർഷം സാധിച്ചു. ഞാൻ പണിയപ്പെട്ടു ഈ വർഷം. ഏത് പണി? ആ സ്നേഹത്തിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം തിരിച്ചറിഞ്ഞ് ആത്മാവിൽ വിതച്ചുകൊണ്ട് ആത്മാവിൽ നിത്യജീവനെ കൊയ്യുവാൻ, അനുഭവിക്കുവാൻ, തിരിച്ചറിയുവാൻ ഈ വർഷം എനിക്ക് സാധിച്ചു എന്നൊരു സാക്ഷ്യം നമ്മളിൽ രൂപപ്പെടണം. ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കണം. സാധാരണ ലേഖനങ്ങളിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ഓർഡറാണ്. എന്നാൽ പത്രോസ് ഇവിടെ പിതാവിന്റെ മുന്നറിവ് കഴിഞ്ഞിട്ട് നേരെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് എന്നിട്ട് മൂന്നാമത് പറയുക, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക്. എന്നോട് ചേർന്ന് പറയാമോ ആ മൂന്നാമത്തെ പദം? നമ്മൾ ആദ്യം പിതാവിന്റെ മുൻ അറിവിനെ കുറിച്ച് പറഞ്ഞു, ആത്മാവിന്റെ വിശുദ്ധീകരണത്തെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക്. എന്തുവാ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? ഒരു പ്രധാന പദമാണിത്. പരിഹാസവും നിന്ദയും ഏറ്റ പൊന്തോസിലും ഗലാത്യയിലും ഉള്ളവരോട് പറയുക, നിങ്ങൾ ആനന്ദിച്ചോണം, ദുഃഖിക്കുകയാണെങ്കിലും ആനന്ദിച്ചോണം. യേശുവിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല, അവൻ നിങ്ങളെ പണിയും. എന്തുവാ ഇതിന്റെയൊക്കെ അർത്ഥം? ഇതിന്റെ അർത്ഥം കഷ്ടത്തിന്റെ നടുവിൽ തിരിച്ചറിയണം, ഞാൻ യേശു കർത്താവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാൻ വേണ്ടി അവൻ എന്നെ വിളിച്ചതാണ്, വൃതനായതാണ്. അർത്ഥം എന്താ? ഈ പദങ്ങൾ വരുന്നത് പുറപ്പാട് പുസ്തകം 24:8 നിന്നാണ് ഈ തളിക്കപ്പെടുക എന്നുള്ള പദം വരുന്നത്. എന്തുവാ അതിന്റെ സന്ദർഭം? പുറപ്പാട് 24:8 അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു, ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. എന്തുവാ രക്തം തളിക്കുക എന്ന് പറഞ്ഞാൽ? ഇത് നിയമത്തിന്റെ രക്തമാണ്. ഇത് ഉടമ്പടിയുടെ സ്ഥിരീകരണത്തിന്റെ രക്തമാണ്. പഴയ നിയമത്തിൽ, പഴയ ഉടമ്പടിയിൽ
സീനായി പർവ്വതത്തിൽ കൊണ്ടുവന്ന് ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, നിങ്ങൾ എനിക്ക് ജനമായിരിക്കുമെന്നുള്ള ഉടമ്പടി സ്ഥിരീകരിക്കാൻ, ഉറപ്പിക്കാൻ വേണ്ടി രക്തമെടുത്ത് തളിച്ചു പറയുക, ഇത് വേണ്ട നിയമത്തിന്റെ രക്തമാണിത്, പഴയ നിയമത്തിൽ അനുസരിക്കാനുള്ള ഉടമ്പടിയിൽ ഞാൻ ഒപ്പുവെക്കുന്നു, ഞാൻ ഏറ്റെടുക്കുന്നു എന്ന ഈ രക്തം തളിക്കൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. യേശു കർത്താവിന്റെ രക്തം തളിക്കാൻ വൃതന്മാരായവർക്കെന്ന് പറഞ്ഞാൽ എന്താ പത്രോസ് ഇവിടെ അർത്ഥമാക്കുന്നത്? പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലുമുള്ള ഈ സാധാരണക്കാരായ ജനങ്ങളോട് പത്രോസ് പറയുക, അത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന, പത്രോസ് ഇതെങ്ങനെ പറയുന്നു? വേദശാസ്ത്രപരമായി ടു മച്ച് ഹൗ ഫിഷർമെൻ ഈസ് ഏബിൾ ടു ആർട്ടിക്കുലേറ്റ് ഓൾ ഓഫ് ദിസ് ഒരു സർപ്രൈസാ. രണ്ടാം സർപ്രൈസ് എന്താന്ന് ചോദിച്ചാൽ, ഈ യഹൂദനായ പത്രോസ് പഴയ നിയമത്തിൽ PhD ഉള്ളയാൾ, മുക്കുവനാണേലും PhD ഉണ്ട്. കാരണം എങ്ങനെ അറിയാം? രണ്ട് സംഭവങ്ങളിൽ അറിയാം. ഒന്ന്, പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകണമെങ്കിൽ കേവലം അങ്ങ് ചെന്ന് പറയാനൊക്കുവോ പാസ്റ്ററെ? കൊർന്നല്യോസ് എന്ന് പറഞ്ഞ ഒരു ഗോഡ് ഫിയറർ ഉണ്ട്, ജാതികനാണ്, ഗോഡ് ഫിയറർ ആണ്. പത്രോസ് ഒന്ന് പോയി പ്രാർത്ഥിക്കണം, വചനം ശുശ്രൂഷിക്കണം. പത്രോസ് എന്തോ പറയും? അവിടെ ഇരുന്നിട്ട് പറയും, ഞങ്ങൾ യഹൂദന്മാരാണ്, അബ്രഹാം ഞങ്ങളുടെ പിതാവാണ്, മോശ ഞങ്ങളുടെ നേതാവാണ്, പരിച്ഛേദന ഞങ്ങളുടെ ചിഹ്നമാണ്, ഈ ന്യായപ്രമാണം അനുസരിച്ചുള്ള നീതി എന്ന് പറഞ്ഞാൽ ജാതികളോടിരുന്ന് ഭക്ഷണം കഴിക്കുക, അവരുടെ വീട്ടിൽ പോകുകയൊന്നും ചെയ്യാൻ എന്നെ കിട്ടത്തില്ലെന്ന് ഈ മുക്കവൻ പറയും. അൺസ്കൂൾഡ് ആണെങ്കിലും ഈ പത്രോസ് പറയും, വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് നോട്ട് റൈറ്റ്, വാട്ട് ഈസ് സെറ്റ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ പത്രോസിന് അറിയാം. അതുകൊണ്ടാണ് ആ ദർശനം, ഗോവേണി ഇറങ്ങി വരുന്നു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മല്ലമെന്ന് കരുതാൻ ആരാ, കഴിക്കുക എന്നൊക്കെ ശബ്ദം വേണ്ടി വന്നു ആള് കൊർന്നല്യോസിന്റെ വീട്ടിലോട്ട് പോവാൻ. അത് കഴിഞ്ഞിട്ട് ഈ അകത്തെ വേർതിരിവ് മാറിയോ? മാറിയില്ല എന്ന് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ അന്ത്യോക്യയിൽ നടന്ന സംഭവം എഴുതിയിട്ടുണ്ടല്ലോ. അന്ത്യോക്യയിൽ നടന്ന സംഭവം എന്താ? പത്രോസ് ഇരുന്ന് ഇങ്ങനെ നോക്കും, ഇടവും വലവും നോക്കുന്നുണ്ട്, ജാതികളായ ആൾക്കാരോട് ഇരുന്ന് കഴിക്കുക. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. യാക്കോബും അപ്പോസ്തലന്മാരും ഒക്കെ യെരുശലേമിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോഴേ പറഞ്ഞു, എന്റെ ഫോൺ അടിക്കുന്നെന്ന് തോന്നുന്നു പറഞ്ഞ ആളങ്ങ് മാറി അവിടെ. കാരണം യാക്കോബും യെരുശലേമിലെ പില്ലേഴ്സ് ആയിട്ടുള്ളവർ വരുമ്പോ പത്രോസ് എന്ന യഹൂദൻ ജാതികളുടെ കൂടെ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ പത്രോസിനെ സംബന്ധിച്ച് അത്രയും കൃപ ലഭിച്ചിട്ടില്ല. അപ്പോ പൗലോസ് പത്രോസിനെ നോക്കി പറയുന്നത്, ഇത് ഹിപ്പോക്രസിയാണ്, ഇത് കപടഭക്തിയായി കാണിക്കുന്നത്, നിനക്കറിയത്തില്ലേ വിശ്വാസത്താലാണ് നീതീകരണമെന്ന്, എന്തുകൊണ്ടാണ് എഴുന്നേറ്റ് മാറിയത് എന്ന് പൗലോസ് ചോദിക്കുകയാണ്. അതാണ് ഈ പത്രോസ്. ഈ പത്രോസ് ഇവരോട് പറയുക, പഴയ നിയമം കഴിഞ്ഞു, പുതിയ നിയമത്തിൽ പുത്രന്റെ രക്തത്താൽ തളിക്കപ്പെടാൻ, ഒരു നിയമത്തിന്റെ ചിഹ്നമാകാൻ, ഉടമ്പടിയുടെ സ്ഥിരീകരണത്തിന് വേണ്ടി ദൈവം നിങ്ങളുടെ മേൽ യേശു കർത്താവിന്റെ രക്തം തളിച്ചു എന്ന് പറഞ്ഞാൽ എന്തുവാ ഈ പണി? ഈ പണി എന്ന് പറയുന്നത് ആത്യന്തികമായും നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരാത്മീക പണിക്ക എന്നെല്ലാവരും തിരിച്ചറിയണം. ഈ വർഷം ശരിയാ, മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടെ നമുക്ക് ആവശ്യമുള്ളത് ഈ ലോകത്തിൽ തരും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിന്റെ മുമ്പിൽ അർപ്പിക്കത്രേ വേണ്ടത് എന്നാ പറയുന്നത്. ഈ വർഷം ആവശ്യത്തിന്റെ മുമ്പിൽ ആകുന്ന സമയത്ത് ദൈവം എന്നെ പണിയുന്നുണ്ട്, കർത്താവെല്ലാം അറിയുന്നുണ്ട്, എന്റെ പിതാവാണ് എനിക്കുള്ളത് എന്ന് തീർച്ചയായിട്ടും പറയാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ട്. എന്നാൽ ആത്യന്തിക പണി എന്നുള്ളത് ഭൗതിക പണിയല്ല. എനിക്ക് ജോലി കിട്ടണം, എനിക്ക് വീട് വെക്കണം, എനിക്ക് വസ്തു വാങ്ങിക്കണം, എനിക്ക് വണ്ടി വാങ്ങിക്കണം, ഇതല്ല ആത്യന്തിക പണി. ആത്യന്തിക പണി പിതാവിന്റെ മുന്നറിവിൽ, ആത്മാവിന്റെ വിശുദ്ധീകരണത്തിൽ പുത്രന്റെ രക്തം തളിക്കപ്പെടാൻ വൃതന്മാരായി തീർന്നവരെന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിന്റെ വിശ്വാസികളാകാൻ ആത്മീക പണിക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ രക്തം നിയമത്തിന്റെ രക്തം മാത്രമല്ല. ലേവ്യ പുസ്തകം 17-11 മാംസത്തിന്റെ ജീവൻ
രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ രക്തം എന്തിനെ കാണിക്കുന്നു? ഇത് നിയമത്തിന്റെ രക്തം മാത്രമല്ല, യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ ആ പ്രായശ്ചിത്ത മരണത്തിലൂടെയുള്ള വീണ്ടെടുപ്പ് ഏറ്റെടുക്കാനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഇതേ ആശയമാണ് പൗലോസ് എഫേസ്യ ലേഖനം 1:3 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഈ പത്രോസ് പറയുന്ന അതേ കാര്യങ്ങൾ പൗലോസ് അവിടെ പറയുകയാണ്. അവിടെ പറയുന്ന ഓർഡർ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ഓർഡർ വ്യത്യാസമാണ്, പക്ഷെ സെയിം കാര്യം പറയുകയാണ്. 1:3 പറയുന്ന സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ ക്രിസ്തുയേശുവിൽ അവൻ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് 4-ാം വാക്യത്തിൽ പിതാവിന്റെ തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ട് 5-6 വാക്യത്തിൽ എന്താണെന്നറിയാമോ പൗലോസ് പറയുന്നത്? ഈ രക്തത്തെ കുറിച്ച് പറയുക. തളിക്കപ്പെടുന്ന രക്തം എന്ന് പറഞ്ഞാൽ പിതാവിന്റെ വലിയ പദ്ധതി, എന്നെയും നിങ്ങളെയും ദൈവകുടുംബത്തിലാക്കാനുള്ള പിതാവിന്റെ വലിയ പ്ലാൻ ഈ ഭൂമിയിൽ നിറവേറ്റണമെങ്കിൽ ഇതിന് മുടക്കുണ്ട്. ഇതിനൊരു പർച്ചേസിങ് മണി പേ ചെയ്യേണ്ടതുണ്ട്. പിതാവിന്റെ പ്ലാൻ, അവന്റെ മുന്നറിവ്, അവന്റെ മുൻ നിയമനം, രക്ഷ, ഇതിനാര് വില കൊടുക്കും? ഒരു പ്രായശ്ചിത്തം ഉണ്ടായാലേ ഒക്കത്തുള്ളൂ. പാപിയായ മനുഷ്യൻ നിൽക്കുന്നു, നീതിമാനായ ദൈവം നിൽക്കുന്നു. വിശുദ്ധനായ ദൈവവും പാപത്തിൽ മുഴുകിക്കിടക്കുന്ന മനുഷ്യനും നിൽക്കുമ്പോ യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്ന് സ്ഥിരീകരിക്കുന്നത് ആ രക്തത്തിന്റെ ശക്തിയിലും വീണ്ടെടുപ്പിലുമാണ്. അതാണ് ഈ പത്രോസിന്റെ ലേഖനത്തിൽ രക്തമെന്ന് പറയുന്ന 2 സ്ഥലങ്ങളേ ഉള്ളൂ. 1:2 നമ്മൾ ഇപ്പൊ വായിച്ചതാണ് ഒരു സ്ഥലം. യേശു കർത്താവിന്റെ രക്തത്താൽ തളിക്കപ്പെടാൻ അടുത്ത സ്ഥലം എവിടാന്നറിയാമോ? ഈ രക്തം കാണുന്നത് നമുക്കറിയാവുന്ന വാക്യമാണ്. 1:17-18 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാ? ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പത്രോസ് തകർന്നിരിക്കുന്ന വിശ്വാസികളോട് പറയുക, ദൈവത്തിന് നിങ്ങളെ പണിയണമെന്ന് പറഞ്ഞാൽ ഈ രക്തത്തിന്റെ ശക്തിയും രക്തത്തിന്റെ വലുപ്പവും തിരിച്ചറിഞ്ഞാൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും എനിക്കറിയാം, എന്നെ സ്നേഹിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശുവിന്റെ രക്തം എന്റെ മേൽ കഴുകലായി വ്യാപരിച്ചെങ്കിൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്, ഞാൻ പണിയാൻ വിളിക്കപ്പെട്ടവനാണ്, തകർന്നു പോകാൻ വിളിക്കപ്പെട്ടവനല്ല. യേശുവിന്റെ രക്തം എന്റെ മേൽ തളിച്ചിട്ടുണ്ട്. നിയമത്തിന്റെ അടയാളമായി ആത്മാവിന്റെ പണിയും കൂടെ വരുമ്പോ ഒരു വലിയ പണി ഈ വർഷം ദൈവം ചെയ്യും. യേശു കർത്താവിന്റെ രക്തത്താൽ തളിക്കപ്പെടാൻ. അപ്പം പ്രവാസത്തിൽ ചിതറിപ്പാർക്കുന്നവർ പിന്നെയും ചിന്തിക്കുക, അയ്യോ ഈ രക്തം ഞങ്ങളുടെ മേൽ തളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയത്? ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ തളിക്കപ്പെട്ട രക്തം ഭൗതിക മേഖലയിലല്ല പ്രധാനമായി കാണുന്നത്. ഈ തളിക്കപ്പെട്ട രക്തത്തിന്റെ ശക്തി കാണണമെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിനെ ഇളക്കി മറിച്ചൊരു പാസ്റ്ററാണ് പാസ്റ്റർ മനാശെ എന്ന പ്രസിദ്ധനായ മനുഷ്യൻ. തന്റെ പിതാവിന്റെ പശ്ചാത്തലത്തിൽ 3 ക്ഷേത്രങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിൽ വരുന്നയാളാണ്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്റെ മരണക്കിടക്കയിൽ പാസ്റ്റർ മനാശയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഇനി നിങ്ങൾ ഈ ദേവന്മാരുടെ പുറകെ പോകരുത്, യേശുവിന്റെ പുറകെ ആ പള്ളിയിൽ പൊക്കണം എന്ന് വിളിച്ചു പറഞ്ഞു. ഈ വാക്കുകൾ മരണപ്പെടുന്ന സമയത്ത് ഈ പിതാവ് പറഞ്ഞ വാക്കുകൾ പാസ്റ്റർ മനാശയുടെ ഉൾപ്പെടെ ആ ഹൃദയങ്ങളിൽ പ്രവേശിച്ചു. അങ്ങനെ 1900 തന്റെ 22-ാം വയസ്സിൽ 1900s കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനിച്ചു ഈ പാസ്റ്റർ മനാശെ. പക്ഷെ താൻ തന്റെ അനുഭവത്തിൽ എഴുതുന്നത്, എനിക്ക്
രഹസ്യമായി പ്രാർത്ഥിക്കാൻ ഉള്ള ശീലം എനിക്കില്ല. പാപത്തിന്റെ പല പ്രലോഭനങ്ങളും എൻ്റെ മേൽ പ്രബലപ്പെട്ടിരിക്കുക. എനിക്ക് ജയകരമായ ഒരു ജീവിതം ഇല്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു, ബൈബിളുണ്ട് കയ്യിൽ, പക്ഷെ ഉള്ളിൽ ആത്മശക്തിയും പാപത്തെ തോപ്പിക്കാനുള്ള കൃപയും ശക്തിയും ഇല്ല. ഞാൻ ശേഷം മനുഷ്യനെ പോലെയാ. 22-ാം വയസ്സിൽ പാസ്റ്റർ മനാശെ പറയുകയാണ്, തന്റെ ഭവനത്തിനടുത്ത് ആ സമയത്ത് ഭാരതം സഞ്ചരിച്ചിരുന്ന 2 വനിതാ മിഷണറിമാർ, മിസ് ബൗൺസിലും ആൽഡ് വിങ്കിൾ എന്ന് പറഞ്ഞ 2 വനിതാ മിഷണറിമാർ, പെന്റക്കോസ്റ്റൽ മിഷണറിമാർ, അവർ തന്റെ വീടിന്റെ അടുത്ത് ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക. പാസ്റ്റർ മനാശെ അവിടെ ചെന്ന് ഇരിക്കുക. ഈ മിഷണറിമാര് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തിനെ കുറിച്ചാണെന്ന് അറിയാമോ? യേശുവിന്റെ രക്തത്തിലുള്ള ജയത്തെ കുറിച്ചാണ് ഈ മിഷണറിമാര് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തുവാ യേശു കർത്താവിന്റെ രക്തത്തിലുള്ള ജയം എന്ന് പറഞ്ഞാൽ, ഈ രക്തം തളിക്കപ്പെട്ടവർ ആത്മാവിന്റെ സഹായത്തോടെ ജഡത്തിന്റെ ഇഷ്ടങ്ങളെ തോൽപ്പിച്ച് ജീവിക്കുമെന്ന് മിസ് ബൗൺസിലും മിസ് ആൽഡ്വിങ്കിളും പഠിപ്പിച്ചു. പാസ്റ്റർ മനാശെ 22-ാം വയസ്സിൽ പറയുക, ആ വാക്കുകൾ എന്റെ ഹൃദയത്തെ കീറിമുറിച്ചു. എനിക്ക് സാധാരണ ഒരു ശുശ്രൂഷകനാകണ്ട, എനിക്ക് പാപത്തെ തോൽപ്പിച്ച്, ജഡത്തെ തോൽപ്പിച്ച്, ദുരാത്മശക്തികളെ തോൽപ്പിച്ച്, ദുഷ്ടസേനകളെ കീഴ്പ്പെടുത്തി എനിക്ക് ജീവിക്കണം. ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചപ്പോ പാസ്റ്റർ മനാശയുടെ ജീവിതം മാറി. 1 അല്ല 2 അല്ല 3 അല്ല, താൻ പ്രാർത്ഥിച്ച ദേശങ്ങളിലെല്ലാം സഭകൾ സ്ഥാപിക്കുന്ന ഒരു ധീരനായ പാസ്റ്ററായി ഈ വ്യക്തി മാറി. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ഇതിനകത്ത് സഭ സ്ഥാപിക്കാനായി നിയോഗമുള്ളവർ, അഭിഷേകമുള്ളവർ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അത് നിങ്ങളുടെ ശക്തിയിലല്ല, ഈ രക്തത്തിന്റെ തളിക്കലും ആത്മാവിന്റെ വിശുദ്ധീകരണവും പിതാവിന്റെ മുന്നറിവും കൂടി ഒരുമിച്ച് വരുമ്പോ അത് എന്നിൽ ഒരു അത്ഭുത പണി ദൈവം ചെയ്യും. ഇനി സഭ സ്ഥാപിച്ചില്ലെങ്കിലും വിശ്വസിക്കാമോ, ഈ 2026-ൽ ഈ രക്തത്തിന്റെ ശക്തി രുചിച്ചറിഞ്ഞുകൊണ്ട് പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തി ജീവിക്കാമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പണ്ടത്തെ ആളുകൾ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നല്ലോ, ഇന്ന് ഇതൊന്നും കേൾക്കാനില്ല. രക്തത്താലും വചനത്താലും ജയം. എന്തുവാ അങ്ങനെ പറഞ്ഞാൽ? ഈ യേശുവിന്റെ നിർദോഷമായ നിഷ്കളങ്കമായ രക്തത്താൽ തളിക്കപ്പെട്ടവൻ, ആ രക്തത്തിന്റെ ശക്തിയും വചനത്തിന്റെ ശക്തിയും ആത്മാവിന്റെ ശക്തിയും കൂടെ ഒരുമിച്ച് വരുമ്പോ ഭൂതങ്ങളാകട്ടെ അശുദ്ധാത്മാക്കളാകട്ടെ കീഴ്പ്പെടുമെന്നല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ തിരിച്ചറിയണം, പല ജീവിത സാഹചര്യങ്ങൾക്ക് പിമ്പിൽ ചിലത് വിശ്വാസത്തിന്റെ ശോധനകളാണ്, ചിലത് പ്രകൃതിദത്തമായി താഴ്ചയുള്ള ശരീരവും ഈ പ്രകൃതിയുടെ കരച്ചിൽ ഗ്രോണിങ് കൊണ്ട് ഉണ്ടാകുന്ന ക്ലേശങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ബൈബിൾ കൃത്യമായി പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഒരു വിശ്വാസിയുടെ മുമ്പോട്ടുള്ള വഴികളെ തടയുവാനായി എപ്പോഴും പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഓട്ടത്തെ ഈ വർഷം കീഴ്പ്പെടുത്താൻ വേണ്ടി, പണിയപ്പെടാതിരിക്കാൻ വേണ്ടി, നമ്മളെ ലജ്ജിച്ച് തലതാഴ്ത്തി ഇരിക്കാൻ വേണ്ടി, ലജ്ജിക്കാന്ന് പറഞ്ഞാൽ സാമ്പത്തിക നഷ്ടമല്ല, ഈ രക്ഷയെ തിരിച്ചറിയാതെ മൂകനായി മൗനമായി ഡിപ്രഷനിലും ആങ്സൈറ്റിയിലും പോകാൻ പിശാചിനൊരു പദ്ധതിയുണ്ട് നമ്മളെ ഇല്ലാതാക്കാൻ. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട ആത്മശക്തിയുള്ള ഒരു വ്യക്തി തിരിച്ചറിയണം, ഈ പിശാചിന്റെ സേനയെക്കാട്ടിൽ വലിയ ശക്തിയാ എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. പണ്ടൊക്കെ കേട്ടിട്ടുണ്ടോ, ഭൂതങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പഴയ പിതാക്കന്മാർ യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ അലറി വിളിക്കും, ആ വാക്ക് പറയരുതെന്ന്. ഈ വചനം എടുത്തുകൊണ്ട് വയ്ക്കുമ്പോ പറയും ആ ബുക്ക് മാറ്റാൻ. എനിക്ക് ഉദയപൂരിലുണ്ടായ ഒരു അനുഭവം, ഒരു യൂത്ത് ക്യാമ്പാണ്, 100 കണക്കിന് ആൾക്കാർ ഇരിക്കുകയാണ്. അവരുടെ തീമാണ് ജീസസ് ദ ലൈറ്റ്, യേശു വെളിച്ചമാണ്. പ്രസംഗിക്കാൻ പുൾപിറ്റോട്ട് കയറി നിന്ന് അറിയാം, ആദ്യ വാക്യം വായിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന്. ജീസസ് സെഡ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഇത്രയും വായിച്ചതേ ഉള്ളൂ.
ആ നടുക്കുന്ന ഒരാൾ ഓടുന്നത് കണ്ടു. വോളണ്ടിയേഴ്സ് ആ ആളെ പിടിക്കാൻ പോകുന്നത് കണ്ടു. എന്തോ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പ്രസംഗം തുടർന്നു. അവസാനം വോളണ്ടിയേഴ്സ് പറഞ്ഞു, പാസ്റ്റർ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, കണ്ടു, എന്തോ നടന്നു. ഞാൻ ഓർത്ത് വയ്യാതാണോ എന്തോ അറിയില്ല. അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, ജീസസ് ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന വാക്യം വായിച്ചപ്പോ അവിടെ ഇരുന്ന കുട്ടി പറഞ്ഞത് ഒരു വലിയ പ്രകാശം പോലെ എന്റെ കൺമുമ്പിൽ വന്നു. എനിക്കവിടെ ഇരിക്കാൻ ഒത്തില്ല ഹാളിൽ. ആ കുട്ടിയിൽ ഉണ്ടായിരുന്ന അന്യ ആരാധന ശക്തിയുടെ ബന്ധനങ്ങൾ ആ ഒറ്റ വാക്കിൽ യേശു വെളിച്ചമെന്ന് കേട്ടപ്പോ അത് മാനിഫെസ്റ്റ് ചെയ്ത് വിട്ടുപോയി. കുഞ്ഞാടിനെ പോലെ അടുത്ത സെഷനിൽ വന്നിരുന്നു. നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാൻ അന്യദേവന്മാരുടെ ശക്തിയും ദുരാത്മസേനയുടെ ശക്തിയും അനുവദിക്കാതെ ഈ വർഷം ആത്മാവിൽ ജീവിപ്പാനായി ഈ രക്തത്തിന്റെ തളിക്കൽ അനുദിനവും അതിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ജീവിപ്പാനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു സേന പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് തോന്നുന്ന നിമിഷത്തിൽ നമ്മൾ ആദ്യം പറയേണ്ടത് യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ വചനത്താൽ ജയം. ഞാൻ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണ്, ആത്മാവിന്റെ മുദ്രയുള്ളവനാണ്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാണ്. അവന്റെ മേൽ ഒരു ആത്മീയ അധികാരം ഉണ്ടായിരിക്കും. ഈ ആത്മീയ അധികാരമെല്ലാം തലയുടെ മേളിൽ ഉണ്ടായിട്ട് പരാജയപ്പെട്ടവനെ പോലെ നടക്കാനല്ല 2024 ദൈവം നമ്മളെ വിളിക്കുന്നത്. നമ്മൾ ചെല്ലുന്ന ഭവനങ്ങളിൽ ആത്മാവിൽ സ്വാതന്ത്ര്യം ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോ ആ വീട്ടിലുള്ളവർ പറയണം, എന്തോ ഒരു കാര്യം എന്റെ കുടുംബത്തിൽ നടന്നു. അത് എന്തോ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ അല്ല, നമ്മളിൽ വ്യാപരിച്ച ദൈവശക്തി ആ കുടുംബത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കണം. കുറച്ച് സമയമേ നമ്മുടെ കൂടെ സംസാരിച്ചുള്ളെങ്കിലും ബസ്സിലിരുന്ന് യാത്ര ചെയ്തവർക്ക് 2026 മനസ്സിലാക്കണം, എന്തോ ഒരു കാര്യം എന്റെ ഹൃദയത്തിൽ നടന്നു. ആ എന്തോ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രക്തം തളിക്കപ്പെട്ട് ആത്മാവിൽ പണിയപ്പെടുന്നവൻ എന്റെ അടുക്കൽ ഇരുന്നപ്പോ അവനിലെ ശക്തിയാണ് ആ വ്യക്തിയെ സ്വാധീനിച്ചത്. ഇതൊക്കെ ചരിത്രത്തിലുണ്ടായ സംഭവമാണെന്ന്. ട്രെയിനിൽ യാത്ര ചെയ്ത ഭക്തന്മാർ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ പ്രത്യേകത? അങ്ങോട്ട് നോക്കാൻ കഴിയുന്നില്ല. ആ നോക്കാൻ കഴിയാഞ്ഞത് എന്തായാലും മുഖത്ത് തേച്ചത് കൊണ്ടല്ല, അവരിൽ വ്യാപരിച്ച ആത്മശക്തി മറ്റുള്ളവർക്ക് തിരിച്ചറിയത്തക്കവണ്ണമുള്ള പ്രത്യക്ഷ മണ്ഡലങ്ങളിൽ തന്നെ അത് വെളിപ്പെട്ടു വന്നു. 2026 ദൈവം പണിയും. ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞാൽ ഈ പണി ദൈവം ചെയ്യും. ആ മുന്നറിവും മുൻ നിർണയവും ക്രിസ്തുവേശുവിൽ സ്നേഹം, അതിൽ നമ്മളെ വിളിച്ചു എന്നുള്ള ഉറപ്പും ആത്മാവിന്റെ വിശുദ്ധീകരണം അനുസരണത്തിനായി അത് മനസ്സിലാക്കി ഈ പുത്രന്റെ നിഷ്കളങ്കമായ നിർദോഷമായ പുണ്യാഹ രക്തത്താൽ തളിക്കപ്പെട്ട് ദൈവ കുടുംബത്തിലേക്ക് വീണ്ടെടുക്കപ്പെട്ട് നിയമത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരു വ്യക്തി വിളിച്ചു പറയും, യെസ്, ഞാൻ പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. അനുദിനം ജഡത്തെ തോൽപ്പിച്ച് ആത്മസേനകളിൽ യുദ്ധം ചെയ്ത് വചനത്തിന്റെ വേരോട്ടം കൂട്ടി ഈ വർഷം ഒരു പണി ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കേൾക്കണമേ, ഈ പത്രോസ് വാസ്തവത്തിൽ നിങ്ങൾ പറ, ഇതുവല്ലമാണോ ക്ലേശത്തിലുള്ളവരോട് പറയേണ്ടത്? ക്ലേശത്തിലുള്ളവരോട് പറയേണ്ടത് ആശ്വാസമാ. പക്ഷെ ഇതിനെക്കാട്ടി വലിയ ആശ്വാസം ഇല്ല. 2026 കർത്താവിന് നമുക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ് ഈ 1:2. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുണ്ട്. ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ അനുസരണത്തിനായി പുത്രന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക്, അതിനാ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എപ്പോ തെരഞ്ഞെടുത്തു? പ്രസംഗം കേട്ടപ്പോ അല്ല, ലോക സ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവേശുവിൽ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. ഇതൊക്കെ പറയുമ്പം എങ്ങനെയാ പണിയപ്പെടുന്നതെന്ന് അറിയാമോ? ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ 2026 പണി എങ്ങനെ അറിയാം? ഭൗതിക പണിയാണ് നമുക്കറിയാം. അടിസ്ഥാനം കഴിഞ്ഞു, കട്ടള വെക്കുന്നു, നാളെ വാർക്കയാണ്, പണി അറിയാം, പല സ്റ്റേജസ്. ആത്മീക പണി എങ്ങനെ അറിയാം? 1:13 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് പറയുന്നത്, ക്ലേശവും നിരാശയും പരാധീനതയൊക്കെ വിട്, നിങ്ങൾ ഈ പണിയിലൊന്ന് ശ്രദ്ധിക്കുക. ഏത് പണിയാണത്?
1:13 പറയുന്നത്, ആകയാൽ, എന്തോ ആകയാൽ, നിങ്ങൾ വിളിക്കപ്പെട്ടത് കൊണ്ട്, പിതാവിന്റെ മുൻ നിയമനത്തിൽ ഉള്ളത് കൊണ്ട്, ആത്മാവിന്റെ വിശുദ്ധീകരണവും യേശു കർത്താവിന്റെ രക്തത്താൽ തളിക്കപ്പെടുന്ന അനുഭവമൊക്കെ ഉള്ളത് കൊണ്ട്, ആകയാൽ. ഈ 2026 എന്ത് ചെയ്യണം? ആകയാൽ നമ്മളൊന്ന് ചേർന്ന് വായിക്കാമോ? 13-ാം വാക്യം. നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി. ആ മനസ്സുറപ്പിച്ച് നിർമ്മതരായ വാക്കിന്റെ അർത്ഥം ഞാനൊന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത ആ പ്രയോഗം വായിക്കാം. മനസ്സുറപ്പിച്ച് നിർമ്മതരാകുക എന്ന് പറഞ്ഞാൽ KJV പരിഭാഷയിൽ പറയുന്നത് ഗേർഡ് അപ്പ് ദ ലോയിൻസ് ഓഫ് യുവർ മൈൻഡ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാ: 1-ാം നൂറ്റാണ്ടിലുള്ള ആൾക്കാർ ഈ വലിയ ലോഹ പോലുള്ള വസ്ത്രങ്ങളല്ല ഇടുന്നത്. ഒരു പെട്ടെന്ന് തിടുക്കമായ ഒരു ഓട്ടത്തിന് വേണ്ടി, എന്തെങ്കിലും ഒരു ക്രിയ ചെയ്യാനായി, ഒരു എമർജൻസി സിറ്റുവേഷനിൽ അവർ ചെയ്യുന്ന കാര്യം ഈ വസ്ത്രം എടുത്ത് അരക്കി കുത്തിയാണ് സ്പീഡിൽ നടക്കുന്നത്. ഇന്നും അങ്ങനെയല്ലേ? മുണ്ട് മടക്കി കുത്തി നടക്കുന്നത് പോലെ അന്ന് ഇതെല്ലാം എടുത്തൊന്ന് കുത്തും. പത്രോസ് പറയുന്നത്, ഈ വലിയ രക്ഷയുടെ പദ്ധതി നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ട് ഈ വസ്ത്രമെടുത്ത് അരയിൽ കുത്തി നടക്കുന്നത് പോലെ മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ആത്മാവിൽ ചിന്തിച്ചുകൊണ്ട് നിർമ്മതരായി നടക്കണം. 2026 വ്യാകുല ചിന്തകളും പല കാര്യങ്ങളും കേറുമ്പോ മനസ്സിനെ പിടിക്കാനുള്ള ഒരു കൃപ ഇല്ല. മനസ്സ് ഇങ്ങനെ അങ്ങ് പോവും, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. 45-ാം വയസ്സിലേ തോന്നും എനിക്ക് എന്റെ ഹാർട്ടിന്റെ പകുതി പോയെന്നാ തോന്നുന്നേ, കിഡ്നിയുടെ പകുതി പോയി. ഇതെല്ലാം യാഥാർത്ഥ്യമായിരിക്കും. പക്ഷെ ആ യാഥാർത്ഥ്യങ്ങൾ ഭൗതിക മേഖലയിൽ ഉള്ളപ്പോ തന്നെ ദൈവ പദ്ധതി എൻ്റെ മേൽ നിറവേറാതെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകത്തില്ല എന്നുള്ള ആ മനസ്സിന്റെ ഉറപ്പ് എവിടുന്ന് വന്നു? അത് ദൈവവചനത്തിൽ നിന്ന് വന്നു. മനസ്സ് ഉറപ്പിച്ച് ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയിൽ, ആകയാൽ മനസ്സുറപ്പിച്ച്, ഈ ദൈവം എനിക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഞാൻ മനസ്സുറപ്പിച്ച്. എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണെന്നറിയാമോ പത്രോസ് പറയുന്നത്? ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ക്ലേശത്തിൽ നിറഞ്ഞവരോട് തിയോളജിയാണോ പറയുന്നത്? അതെ, തിയോളജി ഇല്ലെങ്കിൽ ഈ കാറ്റ് ഇവരെ കീഴ്പ്പെടുത്തും. ക്ലേശത്തിൽ ഇരിക്കുന്നവരോട് ഇതൊക്കെയാണോ പറയുന്നത്? എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാം? 1:13 മനസ്സുറപ്പിച്ച് എന്തിനെ കുറിച്ച് ചിന്തിക്കണമെന്നാ പറയുന്നത്? യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിങ്കൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. പണിയപ്പെടുന്നതിന്റെ ലക്ഷണം എന്താ? പണിയപ്പെടുന്നതിന്റെ ലക്ഷണം യേശു കർത്താവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടാനുള്ള കൃപയിലായിരിക്കും എന്റെ പ്രത്യാശ മുഴുവൻ. 2026 നാം പണിയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? പ്രത്യാശയിൽ ഒരു പണി നമ്മളിൽ ഉണ്ടാകണം. അനുദിനം എന്നിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ് ഇന്ന് ഭൗതിക മണ്ഡലത്തിലായിരിക്കില്ല. 1:7 വാക്യത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ. പുകഴ്ച, തേജസ്, മാനം എപ്പോഴാ? ഇന്നല്ല. ഇന്ന് പരദേശിയായി ജീവിക്കുമ്പോഴും മുമ്പോട്ട് നോക്കി പ്രത്യക്ഷതയിൽ പുകഴ്ചയും മാനവും തേജസ്സും ഉണ്ട്. പ്രത്യക്ഷതയിൽ കൃപ വെളിപ്പെടാൻ പോവുക. ഈ കാര്യങ്ങൾ ധ്യാനിക്കുമ്പോ മനസ്സുറപ്പിച്ച് പ്രത്യക്ഷതയിൽ പ്രത്യാശ വെക്കുവാൻ പത്രോസ് പ്രോത്സാഹിപ്പിക്കുക തന്റെ പരദേശികളായ വിശ്വാസികളെ. അപ്പോ പണിയപ്പെടുന്നതിന്റെ ലക്ഷണം എന്താ? പണിയപ്പെടുന്നതിന്റെ ലക്ഷണം പ്രത്യാശ ഉണ്ടോ നോക്കിയാൽ മതി. 2025-നെക്കാട്ടിൽ പ്രത്യാശയിൽ എന്നെ മുമ്പോട്ട് നയിക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു? കരങ്ങളൊന്ന് കാണിക്കാമോ? ആ കരങ്ങൾ ഉയർത്തപ്പെടട്ടെ. കാരണം ദൈവം അത് കാണട്ടെ. അതൊരു സാക്ഷ്യമായി ദൈവവും ഭാഗി ഇരിക്കട്ടെ. കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ദൈവമേ എന്നെ പണിയണമേ. ആത്മാവ് കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഭൗമികത മാറി പ്രത്യാശ കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്താണെന്നറിയാമോ പറയുന്നത്? 13 പ്രത്യാശ, 14, 15, 16 വാക്യങ്ങളിൽ വിശുദ്ധ ജീവിതം.
ക്ലേശത്തിൽ നിറഞ്ഞ് ജീവിക്കുന്നവരോട് പറയുക, പ്രത്യാശ പണിയണം. എന്നിട്ട് നോക്കി 14, 15, 16 വാക്യങ്ങൾ, 16 മാത്രം വായിക്കാം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. പ്രവാസത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താ? ഈ ലോകത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ, ആത്മാവും പിതാവും പുത്രനും ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ധ്യാനിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ്. പ്രത്യാശയിൽ ഒരു പണി എനിക്ക് വേണം, വിശുദ്ധ ജീവിതത്തിൽ ഒരു പണി എനിക്ക് ഈ വർഷം ഉണ്ടാകണം. രഹസ്യ പാപങ്ങളാകട്ടെ, ജഡത്തിന്റെ സ്വഭാവങ്ങളാകട്ടെ, അന്യോന്യമുള്ള പ്രശ്നങ്ങളാകട്ടെ, കുടുംബ അന്തരീക്ഷങ്ങളിലെ പ്രശ്നങ്ങളാകട്ടെ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ, പലപ്പോഴും കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്നല്ലേ ആളുകൾ വിളിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവര് കേരളത്തിലേക്ക് വരുമ്പോഴേ ട്രെയിനിൽ ഈ കേരള ബോർഡർ കയറുമ്പോഴേ പറയുന്നത് പച്ച കാണുന്നു, പച്ച കാണുന്നു, പച്ച ഭയങ്കരമാണ്, ബ്ലെസ്സഡ്. അപ്പൊ നമ്മളാണ് അടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ പറയും, യാ ദിസ് ഇസ് കോൾഡ് ഗോഡ്സ് ഓൺ കൺട്രി. പെട്ടെന്ന് നോക്കുമ്പോ പച്ചപ്പ് കാണുന്നു. പിന്നെ ആരോ പറഞ്ഞു സാക്ഷരത 100%, ഞങ്ങളാണ്, എല്ലാം ഞങ്ങളാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്തിന്റെ ഡിവോഴ്സ് ക്യാപിറ്റലായി നമ്മൾ മാറി എന്നുള്ളത് അറിയാമോ? ആ ഡിവോഴ്സ് ക്യാപിറ്റൽ സ്ഥിതി ചെയ്യുന്നത് നമ്മളിൽ നിന്ന് ദൂരമല്ലെന്നുള്ളത് അറിയാമോ? ഡിവോഴ്സുകൾ ഏറ്റവും കൂടുതൽ ഫയൽ ചെയ്യുന്നത് ഈ കേരളത്തിലാണെന്ന്. സൂയിസൈഡ് റേറ്റിൽ നമ്മൾ ഒട്ടും പുറകിലല്ല എന്ന്. തീർന്നില്ല, ഡ്രഗ് അബ്യൂസിൽ കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരന്റെ ഇന്റർവ്യൂ ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത് കണക്കുകളൊന്നും വെളിയിൽ വരുന്നില്ല ശരിക്കും. ഈ നമ്മുടെ കൊച്ചു നാട്ടിൽ ഒഴുകുന്ന മയക്കുമരുന്ന് കണക്കും ഇല്ലാതാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വെളിയിൽ നോക്കിയപ്പോ എന്തോ തോന്നിയത്? ബ്ലെസ്സഡ്, ഗോഡ്സ് ഓൺ കൺട്രി, പച്ചപ്പുണ്ട് ഇന്നും. പക്ഷേ വിശ്വസിക്കാമോ ആരെയും? ദൈവത്തെ അറിയാമെന്ന് അവകാശപ്പെടുന്നവർ, ഞങ്ങൾ പാരമ്പര്യമായി ക്രൈസ്തവരായെന്ന് അവകാശപ്പെടുന്ന നമ്മുടെയൊക്കെ ഇടയിലല്ലേ ഈ തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് 2026 ശ്രദ്ധിക്കേണ്ടത്. പെന്തിക്കോസിലായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ന്യൂ ലൈഫ് അസംബ്ലി ഗോഡ് സഭയിലായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തിപരമായി നമ്മൾ ശ്രദ്ധിക്കണം. അവൻ വിശുദ്ധനായിരിക്കാൻ ഞാനും വിശുദ്ധനായിരിക്കണം. വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഓടാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കാരണം 1:14 വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ അജ്ഞാനകാലത്തിൽ നിങ്ങളുടെ മോഹങ്ങളെ അനുസരിച്ച് ജീവിച്ചതുപോലെ നിങ്ങൾ ഇനി ജീവിക്കരുത്. നിങ്ങൾ രക്ഷയ്ക്കായി പണിയപ്പെടാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് പ്രത്യാശയോടെ വിശുദ്ധ ജീവിതം ശ്രദ്ധിക്കൂ. എന്നിട്ട് 3-ാമത്തെ കാര്യം പറയുന്നത് 17-ാമത്തെ വാക്യത്തിലാണ്. ഇന്ന് പൊതുവെ ഇല്ലാത്തൊരു കാര്യമാണ്. പ്രത്യാശ തന്നെ പലരുടെയും പോയി. വിശുദ്ധ ജീവിതം വലിയ പ്രോബ്ലമാണ്. 17-ാം വാക്യത്തിൽ കാണുന്ന, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഫിയർ ഓഫ് ഗോഡ്. പണിയപ്പെടുന്ന ഒരാളുടെ 3-ാമത്തെ ലക്ഷണം എന്താ? 1 പ്രത്യാശയിൽ പണിയും, 2 വിശുദ്ധ ജീവിതത്തിൽ പണിയും, 3-ാമത് ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം. എന്തുവാ ദൈവഭയം എന്ന് പറഞ്ഞാൽ? രഹസ്യമായും പരസ്യമായും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ചിലപ്പോ സമ്പത്തുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്ന് ഊരി വരാം, ചിലപ്പോ മാന്യമായി നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് ആൾക്കാർ നമ്മളെ നോക്കി ഒന്നും തിരുത്തത്തില്ലായിരിക്കാം. പക്ഷെ നമ്മൾ എത്ര ഭൗതികമായി മാന്യതയിലാണെങ്കിലും, ആരും അറിഞ്ഞില്ല നമ്മുടെ പ്രവൃത്തിയെങ്കിലും, നമ്മളെ രക്ഷിക്കാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിയുമായിരിക്കാം. പക്ഷേ നമുക്ക് ഊരി വരാൻ ഒക്കാത്ത ഒരു സിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. രഹസ്യമായി പറഞ്ഞതും രഹസ്യമായി പ്രവർത്തിച്ചതും ഒരു സ്വാധീനവും വർക്കാകാത്ത, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. അങ്ങനാണെങ്കിൽ പ്രത്യാശയിൽ വർദ്ധിച്ചു വന്ന് വിശുദ്ധ ജീവിതം പണിയപ്പെട്ട് ദൈവഭയത്തോടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ പത്രോസ് പറയുക. ഇതിന് കഷ്ടതയുമായിട്ട് വല്ല ബന്ധമുണ്ടോ?
നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? എൻകറേജ് ദം, പ്ലീസ് എൻകറേജ് ദം. ഇതാ എൻകറേജ്മെന്റ്. ഏത് എൻകറേജ്മെന്റ്? വിശുദ്ധ ജീവിതത്തോടെ ജീവിച്ചാൽ, ദൈവഭക്തിയോടെ ജീവിച്ചാൽ, ഇന്ന് ലജ്ജിച്ചുവെന്ന് തോന്നിയാലും അന്ന് ലജ്ജിക്കേണ്ട വരത്തില്ല. അപ്പൊ എന്താ വാക്യത്തിന്റെ അർത്ഥം? ഏത്? അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ ഒരു സംഭവമല്ല. ന്യായവിധി ദിവസത്തിൽ ദൈവഭയത്തോടും വിശ്വസ്തയോടും വിശുദ്ധ ജീവിതവും പ്രത്യാശ മുമ്പിൽ കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, ആ ദിവസം അവനിൽ കൃപയും മഹിമയും തേജസ്സും വെളിപ്പെടും. അവൻ ലജ്ജിക്കുകയില്ല. ബലമുള്ളവരെ ലജ്ജിപ്പിപ്പാൻ. ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? അത് ഇന്ന് വീട് വെച്ചല്ല നമ്മൾ അവരെ ലജ്ജിപ്പിക്കുന്നത്. വിശുദ്ധ ജീവിതത്തിൽ പണിയപ്പെട്ട് പ്രത്യാശയോടെ ജീവിക്കുമ്പോ കർത്താവിന്റെ വരവിങ്കൽ കാണാം ആരാ ശരിക്കും മാനിക്കപ്പെടാൻ പോകുന്നത്. ലജ്ജിക്കത്തില്ല ആ ദിവസം. ഇന്ന് മിടുക്കന്മാരായി ദൈവമില്ലാതെ ദൈവഭയമില്ലാതെ ജീവിക്കുന്നവർ ആ ബലമുള്ളവരെ ലജ്ജിപ്പിപ്പാനാ ബലഹീനരായ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തതെന്ന് ആ ദിവസം. കാരണം രക്തത്താൽ തളിക്കപ്പെട്ട ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച പിതാവിന്റെ മുന്നറിവോടെ ജീവിക്കുന്ന നമ്മൾ ആ ന്യായവിധി ദിവസം കർത്താവിന്റെ രണ്ടാം വരവിങ്കൽ പ്രത്യാശയോടെ മഹത്വത്തിനായി കൃപ വെളിപ്പെട്ട ഒരു വലിയ മാന്യതയും തേജസ്സും നമ്മൾ പ്രാപിക്കും. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടിയത്, തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ, അതൻ ആശയേ, അതൻ ആനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. കണ്ടോ, തന്റെ വാക്കുകളെല്ലാം വന്നു. അതെന്റെ ആശയാ, അതെന്റെ ആനന്ദമാ. പത്രോസ് എന്തിനാ പറയുന്നേ? ആനന്ദിക്ക്, ആനന്ദിക്ക്. അല്പകാലത്തേക്ക് നാനാ പരീക്ഷകൾ വന്നാലും ഇതല്ല എല്ലാത്തിന്റെ അവസാനം. എന്റെ പ്രിയൻ മടങ്ങി വരും, എന്റെ ആത്മമടവാളൻ വരാറായി. 2026 പ്രത്യാശയോടെ ജീവിപ്പാനായി, വിശ്വാസത്തിൽ പണിയപ്പെട്ട് വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവമക്കളെ, 5 ലക്ഷണങ്ങളാ. ആദ്യ ലക്ഷണം പ്രത്യാശയിൽ പണിയുന്നു, 2 വിശുദ്ധ ജീവിതത്തിൽ പണിയപ്പെടണം, 3 ദൈവഭയത്തിൽ പണിയപ്പെടണം, 4 ഇച്ചിരി പ്രയാസമുള്ളതാണ്. ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്കും ഇച്ചിരി പ്രയാസമുള്ളതാണ്. 1:22 എഴുതിയിട്ടുണ്ട്. ഒരുമിച്ചൊന്ന് വായിക്കാമോ? സത്യമനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്ക കൊണ്ട്. രക്തം തളിച്ചില്ലേ? ആത്മാവിന്റെ വിശുദ്ധീകരണവും രക്തം തളിക്കലും ഒക്കെ എന്തിനായിരുന്നു? നിർമ്മലീകരിച്ച്. എന്തിനാ? നിർവ്യാജ്യമായ സഹോദര പ്രീതിക്കായിട്ടാണ്. എന്തിനാ നിർമ്മലീകരിച്ചത്? മറ്റേത് നമുക്ക് ഇഷ്ടപ്പെട്ടു. ദുഷ്ടപ്രവൃത്തികളൊന്നും എൻ്റെ മേൽ ഈ വർഷം വാഴാതെ ദൈവത്തിന്റെ കൃപയിൽ ഞാൻ നിലനിൽക്കും. അശുദ്ധാത്മാവിനെക്കാട്ടി ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധ. ഇതെല്ലാം സത്യമാണ്. പക്ഷെ ഇതൊന്ന് ശ്രദ്ധിച്ചോണം. നമ്മളെ നിർമ്മലീകരിച്ചിരിക്കുന്നത് നിർവ്യാജ്യ സഹോദര പ്രീതിക്ക് വേണ്ടിയാ. ഈ പറയുന്നത് സഭയായി കൂടി വരുമ്പോഴാണ്. സ്വന്തം കുടുംബത്തിൽ ആദ്യമായി നിർവ്യാജമായ സഹോദര പ്രീതി ഉണ്ടാകണം. ഈ വർഷം എല്ലാവരും തമ്മിൽ ഒരു ഐക്യത ഉണ്ടാകണം. അന്യോന്യം സംസാരിക്കാതിരിക്കുന്നവരായിട്ടോ, അന്യോന്യം ഈർഷ്യയും പിണക്കവുമായിട്ടിരിക്കുന്നവരായിട്ടോ, കൈപ്പോടിരിക്കുന്നവരായിട്ടോ. 2:1 ഒരു ലിസ്റ്റ് ഉണ്ട് കേട്ടോ. 2:1 നോക്കിയേ. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു. നിർമ്മലീകരിക്കപ്പെട്ടവർ സഹോദര പ്രീതിയിലേക്ക് മടങ്ങി വരണം. എന്തോ സഹോദര പ്രീതിയാ? നിർവ്യാജ സഹോദര പ്രീതി എന്ന് പറഞ്ഞാൽ നമുക്കൊരാൾക്ക് ഒരു സ്നേഹം ഇല്ലാതെ കൈ കൊടുക്കരുതോ? കൈ കൊടുത്തിട്ട് ക്ഷീണിച്ചിരിക്കുകയാണല്ലോ, ഉള്ളിൽ ഇവനെ കടിച്ച് കീറാനുള്ള മനോഭാവമായിരിക്കും. പക്ഷെ കൈ കൊടുത്തപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ, അങ്ങോട്ടും മാറി കുറ്റമായിരിക്കും പറയാൻ പോകുന്നത്. നിർവ്യാജ്യമായ സഹോദര പ്രീതി എന്ന് പറഞ്ഞാൽ ആ ബന്ധത്തിൽ ഒരു വ്യാജവും ഇല്ല. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചിരിക്കും, ഒരു വ്യാജവും ഇല്ല. സഹോദര ഇത് നല്ലതാണല്ലോ, അത് ഉള്ളിന്നാ പറഞ്ഞത്, അത് നല്ലതാ. അല്ല ഒരു വണ്ടി വാങ്ങിച്ചു നല്ലതാന്ന് പറഞ്ഞു മാറി ഇന്ന് അത് വേണമായിരുന്നു ഇപ്പം. അതാണ് വ്യാജമുള്ള സഹോദര പ്രീതി.
നിർവ്യാജമായ സഹോദരപ്രീതി എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് പറഞ്ഞത് തന്നെ ആ ഹൃദയത്തിലും ഇരിക്കുന്നത്. ഹൃദയത്തിലുള്ളത് അതുപോലെ പറയുന്നു. അപ്പൊ നിങ്ങളിൽ ചിലർ പറയും, ഈ വചനം കേൾക്കുമ്പോ എനിക്ക് സമ്മതമാണ്, ഞാൻ ശ്രമിക്കുകയും ചെയ്തു, പക്ഷെ സാധിക്കുന്നില്ല. കേൾക്കണം, ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിൽ ഒരു ജീവൻ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് സഹോദരപ്രീതിയിൽ കഴിയാത്തത് പരിശുദ്ധാത്മാവ് ചെയ്യും. ഞാൻ ഏതുമില്ല, ഞാൻ ഒന്നുമില്ല, ഞാൻ എളിമയുള്ളവനായി ഇരിക്കുന്നു എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ഒരു കാര്യം മാത്രം പറയരുത്, ഞാൻ ക്ഷമ ചോദിക്കത്തില്ല, ഞാൻ അങ്ങോട്ട് പോകത്തില്ല, വേണേ ഇങ്ങോട്ട് വരട്ടെ, ഇതൊന്നും പറയരുത്. പറയേണ്ട ഒന്നേ ഉള്ളൂ, എൻ്റെ മേൽ ആത്മാവിന്റെ മുദ്രയുണ്ട്, ഞാൻ രക്തം തളിക്കപ്പെട്ട് നിർമ്മലീകരിക്കപ്പെട്ടവനാണ്, എനിക്ക് നിർവ്യാജ സ്നേഹത്തോടെ ജീവിക്കണം. കർത്താവെ, എനിക്ക് അതിനുള്ള സമർപ്പണത്തോടെ ഞാൻ അടുത്തു വരുന്നു. നിങ്ങൾ അതിശയിക്കും, അടുത്ത ദിവസങ്ങളിൽ ഫോൺ കോൾ വരും, ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് ക്ഷമ ചോദിക്കും. അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ആത്മാവ് നമ്മളിൽ മാത്രമല്ല, വ്യാപരിക്കേണ്ടവരുടെ ഹൃദയങ്ങളിലും വ്യാപരിക്കും. അങ്ങനെ ഒരു നിരപ്പി 2026 നമ്മൾ പ്രാപിക്കേണ്ടതുണ്ട്, അർജന്റായിട്ട് പ്രാപിക്കേണ്ടതുണ്ട്. പ്രത്യാശയും നിരപ്പും എല്ലാം തമ്മിൽ ബന്ധമുണ്ട്. നിരപ്പില്ലാതിരുന്നാൽ, നിർവ്യാജ സഹോദരപ്രീതി ഇല്ലാതിരുന്നാൽ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്ന ഒരു കാര്യമാണത്. മഹത്വം വെളിപ്പെടുത്തുന്നതിന് തടസ്സമായിട്ടുള്ളൊരു കാര്യമാണത്. ഇന്നിപ്പോ നമ്മളെല്ലാവരും ഇവിടെ യോഗത്തിന് വന്നിരിക്കുക, ഇതിനകത്ത് അന്യോന്യം സംസാരിക്കാത്തവരായി ആരുമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഭ എന്താണ്, രക്ഷ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല. ഇന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാം വരവെങ്കിൽ ഉയരത്തിൽ പ്രാക്കളെ പോലെ നാം പറക്കുമെന്ന് പാടുമ്പോൾ ഓർക്കണം, ആ സ്ഥലമെന്നുള്ളത് നിർവ്യാജ സ്നേഹത്തോടെ ഈ തളിക്കപ്പെട്ട നിർമ്മലീകരിച്ച അനുഭവത്തിൽ ആത്മാവിനാൽ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാതെ ജീവിക്കുന്നവരെ ചേർപ്പാനല്ലേ യെശു മടങ്ങി വരുന്നത്. ജഡത്തിന്റെ പ്രവൃത്തിയല്ലേ പിണക്കം, ജഡത്തിന്റെ പ്രവൃത്തിയല്ലേ ദ്വന്ദ്വപക്ഷം, ജഡത്തിന്റെ പ്രവൃത്തിയല്ലേ പകയെന്നുള്ളത്. പകയും പിണക്കവും വിദ്വേഷവുമായി ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അത് ആത്മാവിൽ വിതയ്ക്കുകയല്ല, അത് ജഡത്തിൽ വിതയ്ക്കുകയാണ്. ജഡത്തിൽ വിതയ്ക്കുന്നവർ, ഞാനല്ല പറയുന്നത്, ദൈവവചനം ഗലാത്യലേഖനം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, ജഡത്തിൽ വിതയ്ക്കുന്നവർ ജഡത്തിൽ നാശം കൊയ്യും. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തോന്നി എന്ന് വെക്ക് കേട്ടോ, നല്ലായിട്ട് അവൾക്ക് കിട്ടുന്നുണ്ട്, അവൾ ഇന്ന് എന്നോട് ക്ഷമ പറയാൻ വരുമെന്നാ തോന്നുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണം. മനസ്സിൽ നിന്ന് നിഗളം പോയിട്ടില്ല എന്നാ അത് കാണിച്ചത്. നമ്മൾ ഇത് കേട്ടപ്പോ തോന്നുക, അവർക്ക് കിട്ടി, ഇപ്പൊ വരും, ഇത് കഴിയുമ്പോ ചിലപ്പോ വരുമായിരിക്കും, ന്യൂ ഇയർ അല്ലേ. അതിന്റെ അർത്ഥം നമ്മളിൽ നിന്ന് നിഗളം പോയില്ല, ഞാനാണ് അങ്ങോട്ട് പോകേണ്ടതെന്നുള്ളതിന്റെ ലക്ഷണമാണ് ആ വന്നത്. ആൾ ഇങ്ങോട്ട് വരുമെന്നുള്ള ചിന്ത തന്നെ എന്നിൽ ഇത് പ്രവർത്തിച്ചില്ല എന്നതിന്റെയാണ്. പ്രിയ മക്കളെ, നമുക്ക് നിത്യതയിൽ പോകണം. അതിനുവേണ്ടിയാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഭൗതിക മണ്ഡലങ്ങളിലുള്ള പിണക്കവും പകയെല്ലാം ഇത് പോകണം. ആത്മാവിലെ സകല കന്മഷങ്ങളെയും കഴുകി നീക്കി പവിത്രമായ ഒരു മനസാക്ഷി, നിഷ്കളങ്കമായ ഒരു മനസാക്ഷി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാപിക്കേണ്ടതുണ്ട്. പ്രാഗൽഭ്യത്തോടെ നമ്മൾ തിരുമേശയിലേക്ക് ഈ വർഷം മുഴുവനും അടുത്തു വരേണ്ടവരാണ്. തിരുമേശ കാണിക്കുന്നത് നിരപ്പിനെയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള നിരപ്പ് പോലെ അന്യോന്യം നിരപ്പാക്കുന്ന ഒരു ശുശ്രൂഷയാണ് തിരുവത്താഴ ശുശ്രൂഷ. ഇന്നതിവിടെ ഇല്ലെങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ, 2026 ഓരോ പ്രാവശ്യം അപ്പവും വീഞ്ഞും കയ്യിലെടുക്കുമ്പോ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ നിർവ്യാജ്യമായ സഹോദരപ്രീതിയോടെ വേണം നമ്മൾ ഈ യേശുവിന്റെ തിരുമേശയിൽ ഭാഗവാക്കുകളാകാൻ. 5-ാമത്തെ പണി, പ്രത്യാശയുടെ പണി, വിശുദ്ധ ജീവിതത്തിന്റെ പണി, ദൈവഭയത്തിന്റെ പണി, സഹോദര പ്രീതി. സാധാരണയല്ല, നിർവ്യാജ സഹോദര പ്രീതി. അവസാനം പറയുന്നത് 2:1 മുതലുള്ള വാക്യങ്ങളിൽ ഒരു വളർച്ച, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കണം. പണിയപ്പെടുന്നവന്റെ 5-ാമത്തെ ലക്ഷണം
വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാനുള്ള വാഞ്ചയിൽ ആ വ്യക്തി പണിയപ്പെട്ട് വർദ്ധിച്ചു വരും. ആ നിലയിൽ കറതീർന്ന ദൈവത്തിന്റെ വചനം ആഴ്ചതോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, ഒന്നല്ലെങ്കിൽ വേറൊരാളിലൂടെ. പലയിടത്തും പറയുന്നത് ദൈവവചനം കേൾക്കാൻ എന്റെ സ്നേഹിതർ വിളിക്കുക, ദൈവവചനം കേൾക്കാൻ പോകുന്ന ദൈവവചനം ഇല്ല, ചുമ്മാ പ്രഹസനമാണ്, അതും ഇതും പറയുകയാണ്. ഇവിടെ വന്ന് ആരും അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൺലൈനിൽ കേൾക്കുന്നവർക്കും ഇതെല്ലാം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വർഷത്തിന്റെ ആദ്യ ദിവസം കർത്താവ് നിങ്ങളോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓൺലൈനിൽ ഇരിക്കുന്നവരെ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. വചനം പ്രസംഗിക്കുന്ന ഒരു ചർച്ചിൽ വന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെളിയിൽ നോക്കുമ്പോ അപ്പൊ എന്താ പറയുന്നത്? വചനം പ്രസംഗിക്കുന്ന ചർച്ച് ഞങ്ങൾ ന്യൂ ലൈഫിലാണ് പോകുന്നത്. പക്ഷെ ഇന്ന് പറഞ്ഞ എന്തെങ്കിലും കേട്ടോ? ഉറങ്ങി. അത് ഈ 2026 മാറണമെന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ ഈ ആദ്യ ഞായറാഴ്ച എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് കർത്താവിന്റെ മനസ്സലിവോടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവത്തിന് നമ്മളെ പണിയേണ്ടതുണ്ട്. എന്നാലേ നമ്മൾ ലജ്ജിച്ചു പോകാതിരിക്കത്തുള്ളൂ. ആ ദിവസം കർത്താവിന്റെ രണ്ടാം വരവെങ്കിൽ ലജ്ജിച്ചു പോകാതെ മഹത്വത്തിനും മാന്യതയ്ക്കുമായി തീരണമെങ്കിൽ ഇന്ന് നമ്മളിൽ ഒരു പണി നടക്കണം. ആ പണി നടക്കാൻ വചനവും പരിശുദ്ധാത്മാവും നമ്മുടെ സഹയാത്രികരായി നമ്മുടെ കൂടെയുണ്ട്. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രവാസത്തിൽ ഇരിക്കുന്നവര് ക്ഷീണവും കഷ്ടതയും തിരസ്കരണവും ഒക്കെ അനുഭവിക്കുന്നവരോട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കടിച്ചാ പൊട്ടാത്ത വേദശാസ്ത്രം പറഞ്ഞിട്ട് പറയാ, വിശുദ്ധ ജീവിതം നയിച്ചോണം, ദൈവഭയത്തിൽ ജീവിച്ചോണം, സഹോദരപ്രീതി വേണം. ഇതൊക്കെയാണോ പറയുന്നേ എന്ന് ചിന്തിക്കും. ഇതൊക്കെ പറയാൻ കാര്യം എന്താണെന്നറിയാം? 2 കാരണങ്ങളുണ്ട്. 1:5 വാക്യത്തിൽ പറയുന്നത് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇത് എന്തിനു വേണ്ടി വീണ്ടും ജനിപ്പിച്ചത്? വീണ്ടും ജനിപ്പിച്ച എന്തിനും ചോദിച്ചാൽ, ലോകം വെട്ടിപ്പിടിപ്പാനല്ല നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. വീണ്ടും ജനിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ 3 വാക്യത്തിൽ പറയുന്നത് നമ്മളെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ് വീണ്ടും ജനിപ്പിച്ചത്. 4 വാക്യത്തിൽ പറയുന്നത് അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്കായിട്ട്. കഷ്ടത ഇതിനെ എന്തെങ്കിലും ബാധിക്കുമോ? പരിഹാസവും നിന്നയും ഈ കാര്യങ്ങളെ ബാധിക്കുമോ? നമുക്ക് ജീവനുള്ള പ്രത്യാശ, ഈ ജീവനുള്ള പ്രത്യാശ നശിപ്പിക്കാൻ ദുഷ്ടപിശാചിനോ സാഹചര്യങ്ങൾക്കോ കഴിയുമോ? ഇല്ല. കാരണം ഈ ജീവനുള്ള പ്രത്യാശ നമുക്ക് നൽകിയിരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. നമുക്ക് ഈ ജീവനുള്ള പ്രത്യാശ നൽകിയിരിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ജീവനുള്ള പ്രത്യാശ നൽകിയിരിക്കുകയാണ്. ഈ ജീവൻ ഉള്ള പ്രത്യാശ നഷ്ടപ്പെടുത്താൻ ഇനി ഒരു സാഹചര്യത്തിനും കഴിയത്തില്ല. കാരണം യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. ജീവനുള്ള പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. അത് സാഹചര്യത്തിന്റെ വെളിച്ചത്തിലല്ല ഇരിക്കുന്നത്. യേശു ഇനി ഉയർത്തെഴുന്നേറ്റ് ജീവനുള്ള പ്രത്യാശ നൽകുമെന്നല്ല, യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു നമുക്ക് ജീവനുള്ള പ്രത്യാശ നൽകിയിരിക്കുന്നു. വെളിപ്പെടാൻ പോകുന്ന രക്ഷ 4 വാക്യത്തിൽ. എന്നിട്ട് 4 വാക്യത്തിൽ 2 ഭാഗം, നമ്മുടെ ഈ രക്ഷയും സൗഭാഗ്യങ്ങളും അവകാശവും ഒക്കെ എവിടാ ഇത് സൂക്ഷിച്ചിരിക്കുന്നത്? കപ്പദോക്യയിലും പൊന്തോസിലും ഗലാത്യയിലും എല്ലാം സ്ഥലവും കൂടും എല്ലാം വിട്ട് ഓടേണ്ട വന്നു, പരദേശികളായി. പക്ഷെ പത്രോസ് അവരോട് പറയുക, നിങ്ങളുടെ അവകാശം, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട്, അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ള രക്ഷയ്ക്കായിട്ട്. ഇത് എവിടാ സൂക്ഷിച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുക. ക്ഷയം, മാലിന്യം, വാട്ടം ഇവ ഒന്നും ഏശാത്ത ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. ശരിക്കും പറഞ്ഞ പത്രോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കണേ, 2026 ഓർക്കണേ. നമ്മുടെ അവകാശത്തിന് എന്തെങ്കിലും പറ്റുമോ? നമ്മൾ ക്ലേശത്തിലൂടെ പോയാ നമ്മൾ നോക്കിയിരിക്കുന്ന അവകാശം, ദ ഗ്രേറ്റ് ഹോപ്പ്, എന്തെങ്കിലും സംഭവിക്കുമോ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ? കാരണം നമ്മുടെ അവകാശം ഉയർത്തെഴുന്നേറ്റ യേശു നൽകിയതും സ്വർഗത്തിലിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം ഇവ ഇല്ലാത്തതുമാ നമ്മുടെ ഇൻഹെറിറ്റൻസ്. ഇങ്ങനൊരു ഇൻഹെറിറ്റൻസ് ഈ ലോകത്തിലെ ഭരണാധികാരികൾക്ക് എടുത്തു കളയാൻ കഴിയുമോ? നഷ്ടങ്ങൾക്ക് എടുത്തു കളയാൻ കഴിയുമോ? കാരണം ഇത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാ. നമ്മുടെ ആരോഗ്യം പോയാൽ
ഈ അവകാശം നമ്മളിൽ നിന്ന് മാറ്റപ്പെടുമോ? ഇല്ല. അവകാശം സുരക്ഷിതമാണ്. നമ്മൾ സുരക്ഷിതരാണോ? നമ്മളെ ഭൗമിക കൂട് സുരക്ഷിതമല്ല. പക്ഷേ നമ്മുടെ ഹൃദയം ആത്മാവിനാൽ കാക്കപ്പെടുമെന്ന് 4-ാം വാക്യത്തിൽ പറയും. വിശ്വാസത്താൽ ദൈവശക്തിയിൽ നമ്മുടെ ഹൃദയം കാക്കപ്പെടും. ഈ 2026 കർത്താവിന് നമ്മളോട് ഹൃദ്യമായി ഇടപെടാനുണ്ട്. അവകാശത്തിന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, നിങ്ങളുടെ ഹൃദയത്തിനും ഒരു പ്രശ്നം വരത്തില്ല. അവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാ. ക്ഷയം, മാലിന്യം, വാട്ടം ഇവയൊന്നും ഏശാത്ത ഒരവകാശമാണ് നമുക്കുള്ളത്. ക്ലേശം വന്നാലും അതിനൊന്നും പറ്റത്തില്ല. ക്ലേശമോ പ്രതിസന്ധിയോ വന്നാലോ ഹൃദയത്തിന് എന്തെങ്കിലും പറ്റുമോ? ഇല്ല. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടും. വെളിയിലുള്ള അവകാശത്തിന് പ്രശ്നമില്ല, എൻ്റെ ഹൃദയത്തിനും പ്രശ്നമില്ല. പിന്നെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത എന്താ? ശരീരത്തിനോ സാഹചര്യത്തിനോ ജോലിക്കോ. നമ്മുടെ സാഹചര്യങ്ങൾക്കാ. സാഹചര്യങ്ങൾ ഇളകി മറിയുമ്പോഴും ദൈവശക്തിയിൽ കാക്കപ്പെട്ടുകൊണ്ട് ഈ വർഷം മുഴുവൻ ജീവിപ്പാനായി ദൈവം എൻ്റെ കരങ്ങളിൽ പിടിക്കണമേ എന്ന് പറയുന്ന നിങ്ങളിൽ എത്ര പേരുണ്ട്? എത്ര പേർ ഇതിനകത്തുള്ളവർ പറയും, ഈ വർഷത്തിന്റെ ഓരോ ദിവസവും ദൈവശക്തിയിൽ എൻ്റെ ഹൃദയം, എൻ്റെ വിശ്വാസം കാക്കപ്പെടാൻ ദൈവം എന്നെ സഹായിക്കണമേ എന്ന് ദൈവകരങ്ങളിൽ ഈ ആദ്യ ഞായറാഴ്ച നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അനുദിനം പണിയപ്പെടാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല. ഇവിടെ ലജ്ജിച്ചു എന്ന് തോന്നിയാലും വിശുദ്ധ ജീവിതവും പ്രത്യാശയും സഹോദരപ്രീതിയും വചനത്തെ ഭക്ഷിക്കുന്ന ഒരു വ്യക്തി ലജ്ജിച്ചു പോകത്തില്ല. കാരണം ആ അവകാശത്തിലേക്ക് അവൻ അടുത്ത് ചെല്ലുകയാണ്. ഈ വർഷത്തിന്റെ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എത്ര പേര് ഈ അവകാശം ഈ വർഷം അക്ഷരികമായി പ്രാപിക്കും? അത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതായിരിക്കാം. നമ്മുടെ ഇടയിൽ നിന്ന് ഒരാള് ഈ ലോകത്തിൽ നിന്ന് യാത്ര ചെയ്താൽ അത് നമുക്ക് വേദന ഉണ്ടാകുന്നതാണ്. ഹി ഈസ് നോട്ട് ദെയർ ഫിസിക്കലി. പക്ഷേ ഫിസിക്കലായിട്ട് ആളില്ലാത്തപ്പോഴും ആള് പ്രാപിച്ചത് മഹത്വമാണെങ്കിൽ, കൃപയാണെങ്കിൽ, കർത്താവിനോടൊപ്പമുള്ള വാസത്തിലേക്കാണ് പ്രവേശിച്ചതെങ്കിൽ എന്തൊരു ധൈര്യമാണ് അത് നമ്മുടെ ഹൃദയങ്ങളിൽ തരുന്നത്. ആ ഹൃദയങ്ങളെ കാക്കുന്ന ദൈവശക്തി. അതാത് സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശ്വാസത്താൽ നമുക്ക് ഈ ഗാനത്തിന്റെ വരികൾ ഒന്ന് ചേർന്ന് പാടണം. താൻ വാഴുകയാൽ ആകുലമില്ല. അതിനകത്തെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അനാഥനല്ല ഞാൻ. കേൾക്കണം. 2026 ഓരോ ദിവസവും ശ്രദ്ധിക്കണം. അനാഥരല്ല ഞാൻ. പിന്നെ ആരാ ഞാൻ? അവകാശിയാണ് ഞാൻ. എന്തിന്റെ അവകാശി? ഈ ലോകത്തിൽ 12 സെന്റിന്റെ അവകാശത്തിന്റെ കാര്യമല്ലിത്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം എനിക്കുണ്ട്. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ, പരദേശിയാണ് ഞാൻ. പക്ഷേ ആത്മാവ് പ്രാപിച്ചവൻ പരദേശ ജീവിതത്തിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിപ്പാൻ കർത്താവ് കൃപ നൽകും. ഗാനത്തിന്റെ വരി നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം.